അല്ലേ? മനുഷ്യനെ അറിയാൻ ആവശ്യമായ അറിവ് കുറേ, അറിയേണ്ടതില്ലാത്ത അറിവ് ഒന്ന് തലയിൽ കയറുകയും ചെയ്യും. ആടെയാണ് നമ്മുടെ ആത്മീക ബോധവും ഭൗതിക ബോധവും ഉണ്ടാവുന്നത്. ഈ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സംഗതിയും അറിയാൻ നമുക്ക് കടമയില്ല. രാവിലെ ന്യൂസ്, ഉച്ചക്ക് വേറെ ന്യൂസ്, വാട്സാപ്പിലൊന്ന്, യൂട്യൂബിലൊന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചാടുകയാണ്. എല്ലാം കൂടി ഇപ്പൊ പറയാൻ ആവശ്യമില്ല, പറയേണ്ടതില്ല. പക്ഷെ അറ്റാച്ച് ആയിട്ട് ചില സംഗതികൾ പറഞ്ഞേ പറ്റുള്ളൂ. ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് നമുക്ക് ലെഫ്റ്റ് അടിക്കല്ല. മറ്റന്നാൾ 27 ഈ നോമ്പിൽ എന്ത് നന്മ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും പറയാൻ പറ്റണം. ഒരു 10 വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് അടിച്ചു. എൻ്റെ വാട്സാപ്പ് നമ്പർ എൻ്റെ സമ്മതിയില്ലാതെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഞാൻ ഓഫ് ചെയ്തു. എൻ്റെ ഫേസ്ബുക്ക് ടൈം രാത്രി 1 മണിക്കൂർ മാത്രമാക്കി, രാവിലെ 1 മണിക്കൂർ മാത്രമാക്കി. ഞാൻ ഇത്ര സമയം നമ്മുടെ ഡിസ്പ്ലേ ടൈം ആപ്പിൾ ഫോണുകൾ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് എൻ്റെ പകുതി ടൈമാക്കി. നോമ്പിന്റെ നിർവചനം തന്നെ ഇൻസാഫ് എന്നുള്ളതാണ്, ചെയ്യാണ്ടിരിക്കുക. നോമ്പിന്റെ നിർവചനത്തിന്റെ ഭംഗി ആലോചിച്ചു. നിസ്കാരം ചെയ്യലാണ്, ഷാഹത്തേൽമ പറയലാണ്, സക്കാത്ത് കൊടുക്കലാണ്, മറ്റ് ഓടലും നിൽക്കലും നടക്കലും എറിയലും ഒക്കെയാണ്. ബഹളവുമാണ്. നോമ്പിന്റെ നിർവചനം തന്നെ അല്ല ഇൻസാഫ്, ചെയ്യാണ്ടിരിക്കലാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ശരീരത്തെ പിടിച്ചു വെക്കലും ഇംഗ്ലീഷിലൊന്നും പറയണ്ട. ചെയ്യാണ്ടിരിക്കൽ, കാണാണ്ടിരിക്കൽ, പറയാണ്ടിരിക്കൽ, തൊടാണ്ടിരിക്കൽ, എല്ലാം നമ്മളൊക്കെ പോയത് ഇൽമ പറഞ്ഞപ്പോഴാണ്. നമ്മൾ അറിയാൻ ആവശ്യമില്ലാത്ത സംഗതി തലയിലേക്ക് അടിച്ചു കയറ്റുന്നതുകൊണ്ടാണ് ഒരുപാട് അസ്വസ്ഥതകൾ വരുന്നത്. അതൊന്നും വേണ്ട. കുറച്ച് അറിയേണ്ടതേ അറിയണ്ടോ. പരിശുദ്ധ ഇസ്ലാമിന്റെ ആധ്യാത്മികത കാഴ്ചപ്പാടാണ്. എല്ലാം കുറെ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് അല്ലേ? ഈ കൺസ്യൂമറിസം ഞാൻ ടേംസ് ഒക്കെ പറഞ്ഞിട്ട് സങ്കീർണാക്കല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറി ഇപ്പോൾ വലിയ ആൾക്കാരായി വരുന്നുണ്ടല്ലോ. ഉമ്മാനെ കൊല്ലുന്ന, പെങ്ങളെ കൊല്ലുന്ന, കുടുംബക്കാരെ കൊല്ലുന്ന, കൊലപാതക ലഹരി എന്ന വാർത്ത, അതിന്റെ മർമ്മം എന്താ അറിയോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ എവിടെയാണ് തെറ്റിപ്പോയത് കിബില എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തെറ്റിപ്പോയ കിബില ഇവര് നമ്മളെ പഠിപ്പിച്ചു. എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേയിരിക്കണം, ചിരിച്ചുകൊണ്ടേയിരിക്കണം, കരയാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല, മൂഡ് ഓഫ് പാടില്ല. എന്തെല്ലാം വിഡിത്തങ്ങളാണ് ഇവര് നമ്മളെ പഠിപ്പിച്ചത്. സങ്കടമാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി. സങ്കടമാണ് എൻ്റെ കൂട്ടുകാരൻ. റസൂലുള്ളാഹിന്റെ വിശേഷം പറഞ്ഞപ്പോ ഷമായിൽ തുറമുതി പറഞ്ഞതറിയോ? ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാനി, സദാ ടെൻഷനായിരുന്ന പ്രവാചകൻ. ദായിമൽ ഫിക്രി, എപ്പോഴും വിഷണ്ണനായിരുന്ന പ്രവാചകൻ. ലൈസ ലഹു റാഹ, ഒരു ഹാപ്പി മൂഡ് പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ലികുല്ലി ഹാലിൻ ഇൻദഹു ഇത്വാ, ഏത് സാഹചര്യവും നേരിടാൻ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു പ്രവാചകൻ. നമ്മുടെ ഒരാളെ കണ്ടാൽ എന്താ പറയാ? കണ്ണും മുഖവും എന്തോ ആരില്ലോ, സങ്കടം ഉണ്ടാവും. ഇതിനാ കരഞ്ഞ പോലെ ഉണ്ടല്ലോ. കരയണം. കരയാത്ത മനുഷ്യനോ? ചെക്കന്മാർ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നതുകൊണ്ടാ? സങ്കടമില്ലാത്തതുകൊണ്ട്, സന്തോഷേ വിട്ടു. സോഷ്യൽ മീഡിയക്ക് ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. ഈ നാളേതൊരു ചർച്ച ചെയ്തിന്റെ കമന്റ് ഉണ്ടല്ലോ. ടെലഗ്രാം കോഴിക്കോടങ്ങാടി നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോലെയാണ്. അയാളുടെ കമന്റ് അപ്പടി ഇങ്ങോട്ട് കമന്റ്. വാട്സാപ്പ് പാളയം ചന്ത പോലെയാണ്, ഫേസ്ബുക്ക് മാവറോട് പോലെയാണ്, ഇൻസ്റ്റഗ്രാമിൽ തൊണ്ടയാളുടെ ഹൈലൈറ്റ് റോഡ് പോലെയാണ്. കോഴിക്കോടിന്റെ ഒരു ഘടന എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. വലിയ ആളോ അനക്കമൊന്നും ഇല്ലാതെ കാര്യം മാത്രം നടക്കുന്ന ഏരിയയാണ് റെയിൽവേ സ്റ്റേഷനും ഭാഗം. അതാണ് ടെലഗ്രാം.
എല്ലാ ലഹളയും ഒച്ചപ്പാടും ചന്തയും ബഹളവും നടക്കുന്നതാണ് പാളയമാക്കുക. അതാണ് വാട്സാപ്പ്. കുറച്ച് സ്റ്റാൻഡേർഡായ അടിയും കൊണ്ട് നടക്കുന്നതാണ് മാവൂറും. അതാണ് ഫേസ്ബുക്ക്. വെറും ഈ ഫീൽ, ഹാപ്പി, ചിയർ, വൈബ്, കളറ് ആ പറയുന്ന സാധനങ്ങളാണ് ഇൻസ്റ്റഗ്രാം. അതാണ് ഹൈലൈറ്റ് മോഡൽ. കഥ വേണം, എപ്പോഴും സന്തോഷം കിട്ടൂലോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എത്രത്തോളം നമ്മൾ അതാണ് റമദാൻ വേണ്ട. കാരണം അത് ഫേക്കാണ്, നടക്കൂല. ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റൂല, സങ്കടപ്പെട്ടേ പറ്റൂ. എനിക്കറിഞ്ഞത്, ഞാൻ അറിഞ്ഞത്, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ നിങ്ങൾ ചിരിക്കൂ. പല ബക്കൈത്തും കഫീറ, നിങ്ങൾ ധാരാളം കരയായിരുന്നു. ഈ നബിയുടെ ഉമ്മത്താണ് കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നത്, കരഞ്ഞ പോലെ ഉണ്ടല്ലോ, എന്താ പ്രശ്നം? നീ ചിരിക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നമാണ് ചോദിക്കേണ്ടത് മുസ്ലിം. എപ്പോഴും ചിരിയാണല്ലോ, നീ എന്തേ ആലോചിക്കുന്നില്ലേ കാര്യങ്ങളൊന്നും എന്നാണ് മുസ്ലിം ചോദിക്കേണ്ടത്. എന്തൊരു ചിരിയാ മനുഷ്യ, എന്തൊരു കഥയാ, എന്തൊരു ലഹളയാ, എന്തൊരു ഒച്ചപ്പാടാ. ഇന്ന് മിണ്ടാതിരിക്കരുതോ? في حد صديق من الخلفاء في حد صديق من الخلفاء أستاذ سبورتي حتى يسودان من بكائي. മഷറുകളിൽ ഒരുപാട് സഹാബികൾ നമ്മളങ്ങോട്ടും കാണും. നമുക്കൊരു കൺഫ്യൂഷൻ, അതിലേതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഒരു ബോധ്യം ഉണ്ടാവില്ല, തിരിച്ചറിയാൻ. ഇപ്പൊ കവി പറഞ്ഞു തരികയാണ്, ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും, ബ്ലാക്ക് മെയിൽ അണ്ടർലി ചുണ്ടിന്റെ താഴെ ഒരു കറുത്ത മറുക്, സിദ്ദീഖിന്റെ മറുക് എന്താ അറിയോ? black lines fi hadd siddiq on his cheeks. ഈ കവളിൽ ഒരു കറുത്ത വര, ഈ കവളിൽ ഒരു കറുത്ത വര, മിൻ ബുക്കായി, കരഞ്ഞിട്ട്. സിദ്ദീഖിന്റെ മക്കളാണ് ചോദിക്കുന്നത്, കരഞ്ഞ പോലെ ഉണ്ടല്ലോ. ശയ്യബതൽ സൂറത്ത് ഹൂദ് വഇദ ശംസു കുവിറത് വആലു ഇമ്രാൻ. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ 17 താടിതമാണ് ആകെ നരച്ചത്. അത് നരക്കാൻ കാരണം ടെൻഷനാക്കിയത് ഒന്ന് ഹൂദ് സൂറത്ത്, അള്ളാന്റെ അദാബ് പറയുന്ന, മുൻഗാമികളെ നശിപ്പിച്ചത് പറയുന്ന, ഭീകരമായ കാര്യങ്ങൾ പറയുന്ന സൂറത്ത്. അന്ത്യനാളിന്റെ ഭയാനകത പറയുന്ന സൂറത്ത്. മറ്റൊന്ന് വആലു ഇമ്രാൻ, ആലി ഇമ്രാൻ ആയത്ത്. ആയത്താണ് റസൂലുള്ളാഹിനെ ഇശാം മുതൽ സുബഹി വരെ കരയിപ്പിച്ചത്. ഹദീസിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആയത്താണ് കാലം പോകുന്ന ആയത്. എന്തൊരു വേഗതയിലാണ് കാലം എന്ന് പറയുന്ന ആയത്. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്ത് അനുസരിച്ചിട്ടാണ് ഇതാണ് വന്നത്. ഞാൻ എന്താ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അവരാണ് ഇൻസ്റ്റഗ്രാം ചെക്കന്മാരാണ്, ചക്കത്തിമാരാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു നടക്കാത്ത ലൈഫാണ് അവർ പറഞ്ഞത്. എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം എന്ന് മനുഷ്യന്റെ പ്രകൃതിയിൽ നിയമമില്ല. മനുഷ്യന്റെ അടിസ്ഥാന ഭാവം ദുഃഖമാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷിക്കേണ്ട സന്ദർഭങ്ങൾ കണ്ടെത്തേണ്ടവരാണ് മനുഷ്യൻ. ഇരുട്ട് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പോവാണ്. നിങ്ങൾക്കൊരു സ്ലിപ്പൊക്കെ തന്നമായിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ഞാനിപ്പോ സംഗതി തെറ്റിമത്തെ എനിക്ക് കിട്ടൂല, ഇങ്ങനെ പോകും. സന്തോഷിച്ചുകൊണ്ടിരിക്കണം, ദുഃഖിക്കരുത് എന്ന് പറയുന്ന പോലെ. എന്നിട്ട് കുട്ടികളെന്തായി, ചെറുപ്പം മുതലേ സങ്കടം വരാതിരിക്കാൻ നമ്മളിങ്ങനെ നോക്കും. മഞ്ച്, ചോക്ലേറ്റ്, ടെൻഷനാവരുത്. ലാസ്റ്റ് പരീക്ഷ തോറ്റ ആത്മഹത്യ, വിചാരിച്ച പൈസ കിട്ടിയില്ലെങ്കിൽ കോടാലിമാന്റെ കഴുത്തിൽ. രോഗത്തിനല്ല ചികിത്സിക്കുന്നത്, കാരണത്തിനാണ്. ഈ കുട്ടി എന്താ ഇങ്ങനെ ആക്കിയത്?
കുട്ടിയെ പഠിപ്പിച്ചു. മൂഡ് ഓഫ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങളെന്താ ശ്രദ്ധിക്കും. മൂഡ് ഓഫ് എന്ന് പറയുന്ന സാധനം നിങ്ങളെന്താ പറയുക ആ സാധനത്തിന്? എന്നാ മാണ്ടിയത് തിരിയായ്മ, ഒരു രസയില്ല, ഡൾനെസ്. ആ കാര്യം ഒരു മോശം വികാരമാണെന്ന് പുതിയ കുട്ടികൾ എല്ലാവരും കൂടി പഠിപ്പിച്ചു. എപ്പോഴും ഒരു മൂഡായിരിക്കണം. മനുഷ്യന്റെ അടിസ്ഥാന ഭാവം മൂഡ് ഓഫ് ആണ്. മൂഡ് ഓഫിനെ ഷർറില്ലാതെ മറികടക്കുന്നതിനാണ് ഇസ്ലാമിൽ സ്വബർ എന്ന് പറയുന്നത്. ഈ കവളിൽ അടികൊണ്ടാൽ ഈ കവളം കാണിച്ചു കൊടുക്കുന്നതിന് പറയുന്ന പേരല്ല ക്ഷമ. അതിന് പൊട്ടത്തരം എന്ന് പറയും. ക്ഷമ എന്ന് പറയാം, ഒന്നും ചെയ്യാനില്ല, ഒരു രസം കിട്ടുന്നില്ല, ഉറക്കോ അതുമില്ല, ഒരു ഉണർവോ അതുമില്ല, പത്രം വായിക്കാനുണ്ടോ വായിച്ചു, ഫോണ് നോക്കാനുണ്ടോ വലിയ രസമില്ല, കളിക്കാൻ പോകാൻ പറ്റുമോ അതിന് കുട്ടികളോ ഇല്ല, ഇതൊന്നും ഗൾഫില്ല. എന്നാല് എങ്ങനെ ഇപ്പൊ കുറച്ച് നേരം പോക്കുക ആ കടന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു നമുക്ക് തന്ന ഒരു പരീക്ഷണത്തിന്റെ സമയമാണ്. ആ സമയത്ത് ഒന്നുകിൽ ഖൈർ ചെയ്യുക, അല്ലെ ഒന്നും ചെയ്യാതിരിക്കുക. അതിന്റെ പേരാണ് സുബർ. എന്തുകൊണ്ട് അറിയാം? സുബറിന്റെ ഓപ്പോസിറ്റ് ഇസ്ലാമിൽ മുൽമുനാണ്. അക്രമത്തിന്റെ വിപരീതമാണ് ഇസ്ലാമിൽ സബർ. മലയാളം അവിടെ കിടക്കട്ടെ. ഗുൽമ എന്ന് പറഞ്ഞാൽ എന്താ? ഗുൽമ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സ്ഥാനം തെറ്റി ചെയ്യാൻ, അക്രമം, ക്രമം തെറ്റിക്കൽ. അതിന്റെ വിപരീതമാണ് സബർ. സബർ പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തെ സ്ഥാനം തെറ്റിക്കാതിരിക്കൽ. ഇപ്പൊ മൂഡ് ഓഫ് മാറ്റാൻ നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് ഹിജാബി മന്ത്രീസ് അടിച്ചിട്ട് മെസ്സേജ് അയക്കാണ്ടിരിക്കും. അതിന്റെ പേരാണ് സുഖം. മൂഡ് ഓഫ് മാറ്റാൻ നമ്മൾ വാട്സാപ്പ് തുറന്നിട്ട് സമുദായം ഇവിടെ കത്തുന്നവരുണ്ട്. നമ്മളതൊന്ന് കുറക്കണ്ട. ഒരു ടെക്സ്റ്റ് മെസ്സേജ് വേണ്ടി അതിങ്ങനെ ഞെക്കി 4 ടേമുകളുണ്ട്. കോപ്പി, പേസ്റ്റ്, ഷെയർ, പലതും. അതിൽ ഷെയർ അമർത്തിയിട്ട് ഇതൊന്ന് തീ കത്തിക്കണം. അടുത്ത ഗ്രൂപ്പിലേക്ക് ഇടാൻ മനസ്സ് ഇങ്ങനെ കളിക്കുന്നുണ്ട്, വിരൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണറൊക്കെ ചിമ്മൻ പറ്റിയില്ല, വേണ്ട. അതിന്റെ പേരാണ് സ്വപ്നം. അത് നമ്മൾ ഷെയർ ചെയ്തിരുന്നുവെങ്കിൽ രസമായേനെ. നമുക്കൊരു 10 മിനിറ്റ് രസമാണ്. അത് ആരൊക്കെ റീഡ് ചെയ്തു, എങ്ങനെയാണ് റെസ്പോൺസ്, കൈ എത്ര, ഭൂവ് എത്ര, ഡിസ്ലൈക്ക് എത്ര, കമന്റ് എങ്ങനെ, അരമണിക്കൂർ ചക പോകുകയാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യാതിരിക്കുക വഴി അരമണിക്കൂർ മൂഡ് ഓഫ് ആണ്. ആ മൂഡ് ഓഫിനെ മറികടക്കുക, ക്രമം തെറ്റിക്കാതെ. അതിന്റെ പേരാണ് സബർ. സബറാണ് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കരിക്കാൻ പറ്റിയാലും അത് ക്ഷമിക്കാൻ പറ്റണമെന്നില്ല. അത് വലിയൊരു സംഗതിയാണ്. മുത്തഖീങ്ങൾക്കും സൂഫികൾക്കുമേ സഹിക്കാൻ പറ്റും. വാസ്തവത്തിൽ കാണാൻ അഴകുള്ള ഉടല് ഒത്തുള്ള പെൺകുട്ടികൾ, യുവതികൾ ഒന്ന് നോക്കി കൊടുത്താൽ രസമാണ്. അത് ക്രമം തെറ്റിക്കലാണ്. അവിടെ സബർ എന്താ അറിയാം? സബർ മൂഡ് ഓഫിലേക്കാണ് വരുന്നത്. നോക്കിയാലും മൂടാണ്, സസ്പെൻസ് ആണ്. തിരിച്ചു നോക്കൂ. മെസ്സേജ് അയച്ചാൽ തിരിച്ച് മെസ്സേജ് കിട്ടും. അന്ന് രാത്രി പിറ്റേന്ന് രാത്രിയൊക്കെ രസകരമായി കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ സ്വയം മൂഡ് ഓഫ് സെലക്ട് ചെയ്യുന്ന രസമാണ്. ഒരു ബോർണാകാം. അതാണ്. പിന്നെ ആ ബോറടി മാറ്റാൻ വേറെ കാര്യം കൊടുക്കാം, ഖുർആനോദാം, സംഗതികൾ ചെയ്യാം. അപ്പൊ ഇവര് പഠിപ്പിക്കുന്ന കുറെ തെറ്റായ വിപുലങ്ങളുണ്ട്. അപ്പോൾ രസത്തിലായിരിക്കണം, മൂഡിലായിരിക്കണം. അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന, ഞാനൊരു ഇതിനെ എതിർക്കുകയല്ലേ, അള്ളാഹു അനുഗ്രഹിച്ചിട്ട് വലിയ നല്ല പള്ളി ഒരു ഗൾഫിലെങ്ങാനും പോയിരിക്കും, അള്ളാഹു ബർക്കത്ത് ചെയ്യുവാനാകട്ടെ. പക്ഷെ നമ്മുടെ പള്ളിയെ വെച്ചിട്ടല്ല, ഒരു സമൂഹത്തിന്റെ ഒരു മനോഭാവം നോക്കും. ഇരുട്ടിന് നമുക്കെല്ലാം ഭയങ്കര പേടിയല്ലേ? ഇരുട്ടിന്
പക്ഷെ ഖുർആൻ ഇരുട്ടിന്, ഇസ്ലാം ഇരുട്ടിന് എത്ര വലിയ പ്രാധാന്യം കൊടുത്തു. ഈ ഇരുട്ടിനാരെ പേടിപ്പിച്ചത്? ലൈറ്റ് എത്ര വലിയ പൊല്യൂഷനാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയും ഇത് ഈ ലൈറ്റുകൾക്കെതിരാണ് വ്യാഖ്യാനിക്കരുത്. നിങ്ങളൊരു പരിധിക്കപ്പുറം പ്രബുദ്ധരാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് പറയുന്നത്. ആധുനിക ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ജലമലിനീകരണമോ മണ്ണ് മലിനീകരണമോ വായു മലിനീകരണമോ അല്ല, രണ്ട് പൊല്യൂഷനാണ്. ഒന്ന് ന്യൂസ് പൊല്യൂഷൻ, മറ്റൊന്ന് ലൈറ്റ് പൊല്യൂഷൻ. ന്യൂസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാർത്തയോട് വാർത്ത. പണ്ടൊക്കെ രാവിലെ ന്യൂസ് 6:15 പ്രാദേശിക വാർത്ത, 12 പ്രാദേശിക വാർത്ത, 12:50 ഡൽഹി റിലേ വാർത്ത, 6:05 വാർത്താ പത്രിക, 6:15 പ്രാദേശിക വാർത്ത, 7:25 ഡൽഹി വാർത്ത, ആകാശവാണി കൂട്ടി കഴിഞ്ഞു. പത്രത്തിനാകെ 6 പേജ് അല്ലെ 4 പേജ്. എന്തെങ്കിലും വിവരത്തിന് വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിരുന്നു? ശരിക്കും ആലോചിച്ചു നോക്കുക. കുറവില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞേ, ഞാനേതായാലും വയനാടെന്നവിടെ എത്തി ഇങ്ങനെ അങ്ങ് പോകും. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒന്നുകൂടി ആഴത്തിലുള്ള വിവാദത്തിലേക്ക് ചുറ്റാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ സ്വഭാവം അറിയില്ല. സ്ലിപ്പ് ഇവിടെ കിട്ടിയാൽ ഞാൻ നിർത്തും, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും. ഇവരൊന്ന് നിർത്തണമായിരുന്നു എന്ന് ഈ റമദാന്റെ രാത്രി ഒരാൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞാനായിട്ട് പോലും ശരിയില്ല. ആലോചിക്കാൻ പറഞ്ഞത്, ഒരു ഇന്നും നമ്മൾ ലോക സാഹിത്യമായി അംഗീകരിക്കുന്ന കത്തുകൾ, എഴുത്തുകൾ, പുസ്തകങ്ങൾ, അതൊക്കെ 150, 200, 500, 1000 കൊല്ലം മുമ്പുള്ളതാണ്. ഇത്രയും റസൂലുള്ളാഹിന്റെ ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ നമ്മൾ പോയത് ചാറ്റിങ് കൂടി, ഇന്റർനെറ്റ് കൂടി, ChatGPT വന്നു, മെറ്റ വന്നു, ഡീപ് സീക്ക് വന്നു. ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട ചാറ്റുകൾ എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയോ? ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കത്ത് സമാഹാരായി, നെഹ്റുവിന്റെ കത്ത് സമാഹാരായി. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ നെഹ്റു ഇന്ത്യക്ക് അയച്ചാണ്. റസായിൽ നൂർ സയ്യിദ് നൂർസിന്റെ പുസ്തകം കിതാബായി വന്നു, ജയിലിൽ വെച്ച് എഴുതിയത്. ഒരുപാട് കത്തുകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പക്ഷെ ലോകത്ത് ഈ സെക്കൻഡ് വരെ തെരഞ്ഞെടുക്കപ്പെട്ട ചാറ്റിങ്ങുകൾ ഇത് വരാത്ത. ഹൈറിന്റെ മേഖലയിലും ചാറ്റിംഗ് പുസ്തകമില്ല, ഷെറിന്റെ മേഖലയിലായില്ല. അത് വേസ്റ്റ് ആണ് ലോകത്തിനകത്ത്. ഇന്റർനെറ്റ് അതുപോലെ വേസ്റ്റ് ആണ് ലോകത്തിനകത്ത്. അതാണെന്ന് പറഞ്ഞ ന്യൂസ് പൊല്യൂഷൻ. വാർത്ത ഒരു മാലിന്യമായി മാറി. രണ്ടാമത്തെ മാലിന്യം പറയുന്നത് ലൈറ്റ് പൊല്യൂഷൻ. ലൈറ്റ് പൊല്യൂഷൻ, ലൈറ്റ് എത്ര വലിയ മാലിന്യമാണ് വാസ്തവത്തിൽ. ഇതൊക്കെ ലൈറ്റ് അല്ലേ? ആധുനിക ലോകത്തിന്റെ ഈപത്തിന്റെ വീപത്തിന്റെ പരദൂഷണത്തിന്റെ പറുദീസയല്ലേ ഈ ആർട്ടിഫിഷ്യൽ കൃത്രിമ പ്രകാശങ്ങൾ. കുടുംബത്തിന് മരണം ഉണ്ടായി, അപകട മരണം, എല്ലാ ചാനലും പോയിട്ട് ഫ്ലാഷ്, ക്ലിക്ക് 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 ക്ലിക്ക്. ഒരു ബൈക്ക്, ഒരു സ്കൂട്ടർ ഓട്ടോമൊബൈൽ വന്നു. ഇത് കണ്ടുവരേണ്ട നേരെയാകുന്നില്ല. ഫോൺ എടുക്കുന്നു, കഥയിലാക്കുന്നതാണ്. ഇതാണ് ലൈറ്റ് പൊല്യൂഷൻ. വേറൊന്നുമല്ല ഈ സാധനം. ലൈറ്റിലേക്ക് എടുക്കുന്നതാണ്, ഫോട്ടോ എടുക്കുന്നതാണ്, വീഡിയോ ആക്കുന്നതാണ്, ഫിത്തിനെ ആക്കുന്നതാണ്. ഒരു സംഭവം ഉണ്ടായാൽ 100 മൊബൈൽ ഫോണാണ് നാട്ടിലുള്ളതെങ്കിൽ 101 ക്യാമറ, 101 ലൈറ്റുകൾ, ഇരുട്ടം മാറ്റുന്നതാണ്. അതൊക്കെ സീക്രസിയിൽ അതിന്റെ സ്വകാര്യതയിൽ പോകേണ്ട സംഗതികൾ എല്ലാം നമ്മുടെ ലൈറ്റൊക്കെ മരദോഷമാണ്. അതുകൊണ്ടാണ് ലൈറ്റ് പൊല്യൂഷൻ ചർച്ച ചെയ്യാവുന്നത്. മനുഷ്യന്മാരുടെ ബുദ്ധി കുറയും അധികം ലൈറ്റെത്തിരുന്നാൽ. അള്ളാഹു പ്രപഞ്ചം ഉണ്ടാക്കിയപ്പോ ഈ പ്രപഞ്ചത്തിന്റെ കളർ കറുപ്പയും നിസ്സലാമ പഠിപ്പിച്ചത് ലൈറ്റത്തായിരിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇരുട്ടത്തിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ പള്ളിയിലെ അവസ്ഥ ഞാൻ പറഞ്ഞു, മുൻകൂർ ജാമ്യം ഇങ്ങനെ പറഞ്ഞുകൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ മന്നതല്ലേ? ഇരുട്ടത്താണ് ഇരിക്കുന്നത്. ഷാഫി ഇമാം പറയലേ, അതിഥിയായിട്ട് പോയി വലിയ ആളല്ലേ, രാത്രി ഉറങ്ങുമ്പോ ഖുർആൻ നോക്കി കിതാബ് നോക്കി മസാലൊക്കെ എടുക്കണമല്ലോ. പുറക്കാരൻ പോയി ഒരു റാന്തല് ഒരു വളക്കാൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അത് കെടുക്കണ്ടാവും. പിന്നെയും വീട്ടുകാരൻ പോയി കത്തിച്ചു. കുറച്ചു നേരം കഴിഞ്ഞാൽ അത് കെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ തവണ ആവർത്തിച്ചു. ലാസ്റ്റ് വീട്ടിൽ
വീട്ടുകാരെന്ന് മനസ്സിലാവുന്നില്ല, കാറ്റൊന്നുമില്ല, ഇതാരാണ് ഈ കെട്ടുന്നത്. അങ്ങനെ മെല്ലെ നോക്കുമ്പോൾ ഉണ്ടാവും സയ്യിദുനാ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് മെല്ലെ വന്നിട്ട് അവിടെ ആര് ശരി, ഇതാണ് പരിപാടിയല്ലേ, നിങ്ങളാണ് ഇപ്പൊ കെടുന്നത്. അഭിനയം കാത്തിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ അയാളും പോയി രാത്രിയിലേക്ക് എത്തിച്ചു. പിറ്റേന്ന് രാവിലെ ഷാഫി ഇമാമ് പോകാണ്. ഈ പരക്കാരന് ഈ കൺഫ്യൂഷൻ എന്ന് തീർക്കണം. അപ്പൊ ഷാഫി ഇമാമിനോട് ചോദിച്ചു, നിങ്ങളെന്നെ എന്തിനാണ് ലേറ്റ് കെടുത്തുന്നത്, നിങ്ങൾക്ക് മസാലൊക്കെ നോക്കാനുണ്ടാവും വിചാരിച്ചില്ല നമ്മളെ കത്തിച്ചു നോക്കുന്നത്. ഷാഫി ഇമാമ് പറഞ്ഞൊരു വർത്താനുണ്ട്, അത് പൊന്നുകൊണ്ട് എഴുതണം, ഇവിടെ ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. ഷാഫി ഇമാം പറഞ്ഞു, ഇരുട്ട് ബുദ്ധിക്ക് സിദ്ധൌഷധവും ദുഃഖത്തിന് ശമനവുമാണെന്ന് ഇമാമുന ശാഫിഈ. ഇരുട്ടത്തിരുന്നാൽ ബുദ്ധി കൂടും, ദുഃഖം ശമിക്കും. ആയിരക്കണക്കിന് വ്യാഖ്യാനം അതൊക്കെ സാധ്യതകൾ വർത്താനാണ്. അച്ഛന്മാരെ ബുദ്ധിയപ്പാ പറഞ്ഞത് ഞാൻ വെറുതെ പറയല്ല. ലോകത്തിലുള്ള വഹി ഇറങ്ങിയത് മുഴുവനും, പ്രവാചകത്വത്തിലേക്ക് നയിക്കപ്പെട്ടത് മുഴുവനും ഇരുട്ടത്താണ്. നമ്മൾ മറന്നു പോകരുത്. അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ്, ആമിനയുടെ പുത്രനായ മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് ഇരുട്ടത്താണ്. സുബഹിയുടെ തൊട്ട് മുമ്പാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരണ്ട ഇരുണ്ട വെളിച്ചത്തിൽ ഹിറയുടെ ഉള്ളിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്കാണ് മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ഇരുട്ടത്താണ് നബിയായത്. കോപ്പി ക്രിസ്ത്യാനി ഒറ്റ അടിക്ക് കൊന്നതിന്റെ പേരിൽ ജീവഭയം ഭയന്നുകൊണ്ട് മദീനയിൽ നിന്ന് മിസ്രിലേക്ക് നാടുവിടുകയായിരുന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഇമ്രാന്റെ പുത്രനായ മൂസ കലീമുല്ലാഹി മൂസയായ ഇരുട്ടത്താണ്. ആലോചിച്ചൊക്കെ ഇരുട്ടത്താണ്. فقال لأهله إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. സഫൂറ ബീവിയുടെ കയ്യിൽ പിടിച്ചിട്ടാണ് മൂസ അലൈഹിസ്സലാം കോപ്പി ക്രിസ്ത്യാനിയെ കൊന്നിട്ട് ഫിറഔനെ പേടിച്ചിട്ട് ഈജിപ്തിലേക്ക് നാടുകൊടുത്തു. ശുഐബ് നബിയുടെ മോളാണ് സഫൂറ ബീവി. ഇവിടെ 10 മാസം ഗർഭം തലഞ്ഞിട്ടുണ്ട്, നിവൃത്തിയിലേക്ക് പോന്നാണ്. പാതിരാത്രി സഫൂറ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റും, മിസ്രിലൊക്കെ എങ്ങനെയാ പോവാ അത് പറയുന്നില്ല. മൂസ അലൈഹിസ്സലാം ആകെ വേദന ദൂരെ ആരോ തീക്കൂട്ടിയത് കാണുന്നു. ഞാൻ അവിടെ പോയിട്ട് റാന്തൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈജിപ്തിലേക്ക് പോകുക എന്ന് ചോദിച്ചു വരാം. ഈ കൊണ്ടുവരാനാണ് പോയത്, നബിയായിട്ടാണ് തിരിച്ചു വന്നത്. ആണ് കവി പറഞ്ഞു. രാത്രി ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്യുമ്പോൾ വരെ എത്തിപ്പാണ്. കുട്ടിയൊക്കെ എല്ലാ സൗകര്യം, രക്ഷിതാക്കളും എല്ലാ സൗകര്യം. കൊട്ടാരം കൊണ്ട വീട്, 101 ലൈറ്റ്, പോകാൻ വേറെ കാറ്, വരാൻ വേറെ സ്കൂട്ടി, നോക്കാൻ വേറെ ആള്, 4 ട്യൂഷൻസ്, കുട്ടിക്ക് മാർക്കോ. അതൊന്നും ഇല്ലാത്തവരമാക്കാൻ, മാർക്ക് കുറയുന്നൊന്നും ഇല്ലാത്തവരമാക്കാൻ ഇതിനെക്കൂടെ പ്രത്യേകിച്ച് നാട്ടില്ല. എന്നാ കുരുത്തക്കേടോ 4 അടി കൂടുതൽ, എന്താ പറഞ്ഞിട്ട് തലേ കയറുന്നില്ല. വായിക്കുന്ന പുസ്തകത്തിലേക്ക് മാത്രം ലൈറ്റ് വയ്ക്കുന്ന ഒരു കൂട്ടത്തിന് 100,000 ലൈറ്റിന്റെ ഒരു സ്ലോട്ട്, വേറെ മോളം, വേറെ ദ്വാരം. ഇവിടെ സാധാ ലൈറ്റ്, അവിടെ പച്ച, അവിടെ നീല ലൈറ്റ് പൊല്യൂഷൻ. അപ്പൊ പിന്നെ ഇസ്ലാമിൽ പ്രകാശത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ആ പ്രകാശം ഹിദായത്താണ്. എന്ന് പറഞ്ഞ പ്രകാശം ഈമാനാണ്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്ന് പറഞ്ഞത് ഈമാനാണ്. നാച്ചുറൽ പ്രകാശമാണ്. സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം ഒക്കെ നാച്ചുറലാണ്. ഈ പ്രകാശത്തിന് ഇങ്ങനെ പറയാൻ എതിർക്കല്ല. ഇരുട്ടത്ത് നമ്മൾ കുറച്ചിരിക്കണം, ഇരുട്ടിനെ നമ്മൾ സ്നേഹിക്കണം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ, കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ, അതുപോലത്തെ സ്ത്രീകൾക്ക് എടുത്ത ചോദ്യമല്ലേ, ഇനിയും എന്റെ വീട്ടിൽ ഇൻവേർട്ടർ എടുത്തിട്ടില്ല, 2 ദിവസമായി ആയിക്കോട്ടെ, 1 മണിക്കൂർ പവർ കട്ടോ,
രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് പറയാം, പക്ഷെ നമ്മൾ പ്രശ്നമായിട്ട് പറയുന്നത് പവർക്കെട്ട 1 മണിക്കൂറില്ല മൊത്തം കയറിപ്പോയാൽ ഇരുട്ടിനെ നമുക്ക് ഉണരാൻ പറ്റണം. ഇരുട്ടാണ് ഖബർ, ഇരുട്ടാണ് ഗർഭാശയം. അള്ളാഹു ഈ ആലമിനെ ഉണ്ടാക്കിയപ്പോൾ ആലമുൽ ജിസ്മാനി ഇരുട്ടത്തായിരുന്നു. ലൈറ്റിന് വേണ്ടിയാണ് സൂര്യൻ ഉണ്ടാക്കിയത്. വെളിച്ചം ഉണ്ടാക്കാൻ അള്ളാഹു ഉപകരണങ്ങൾ ഉണ്ടാക്കി. ഇരുട്ടുണ്ടാക്കാൻ ഉപകരണം ഇല്ല. കാരണം ഇരുട്ട് ഉണ്ടാക്കണ്ട. ഇരുട്ടുവിടാ ഉമ്മാന്റെ പള്ള ഇട്ടതായിരുന്നു, ഖബർ ഇട്ടതാണ്. നമുക്ക് കൗമിന് ഇട്ടപടി സൂഫിയാക്കൾ ഇരുട്ടിനെ സ്നേഹിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് മനുഷ്യന് അറിവ് കുറയും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ആവശ്യമില്ലാത്തതിന് തലയിലേക്ക് കയറ്റുമെന്നാണ്. അമല് കുറയുകയും ചെയ്യും. ഞാൻ ഷോട്ടാക്കുന്നു. പിന്നെ പറഞ്ഞു വിപത്തുകൾ ഇങ്ങനെ വെളിപ്പെട്ട് വരും. അത് ഇന്നും ഇല്ലേ സഹാബികളെ നമ്മുടെ കാലു അവര് ചോദിച്ചു മൽ ഹറജ്, എന്താണ് ഹറജ്? റസൂൽ പറഞ്ഞു അൽ ഖത്ൽ, കൊലപാതകം. അപ്പോ സഹാബികൾ ചോദിച്ചത് ഇന്നും ഇല്ലേ, അതിന് ഖിയാമത്താവണം? റസൂൽ പറഞ്ഞു ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല, ആരെയാണ് കൊല്ലുന്നതെന്ന് കൊല്ലുന്നവർക്ക് മനസ്സിലാവും. ലാ യദ്രിൽ മഖ്തൂലു ഫീമ ഖുതില, എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നതെന്ന് കൊല്ലപ്പെടുന്നവർക്ക് മനസ്സിലാവില്ല. ഇന്നല്ലാഹു ഖദ സബ്ബാലിൽ മശാരിഖനാ വ മഗാരിബഹ, ആ കാലത്ത് ഗാസയും കണ്ടിട്ടുണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി താമരശ്ശേരിയിലെ ഉമ്മയെ കൊന്ന മോനെയും കണ്ടിട്ടുണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആ സംഗതിയെയും കണ്ടിട്ടുണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി ഈ റസൂലിനെ വേണ്ട ബാധിക്കുക എന്ന് പറയുന്ന ഒരു ചങ്ങാതിയുടെ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കണം. സംസാരിക്കണ്ടല്ലോ. അപ്പൊ അതാണ് വിഷയം. നമ്മൾ അറിയാൻ എന്താണ്, നമുക്ക് അല്ലാഹുവിലേക്ക് എത്തി നിർത്തണമല്ലോ. ഒരു 10 മിനിറ്റ് കൂടി. ഈ പാട്ട് ആദ്യമായി പാടിയതരാം. നിങ്ങളത് പ്രയാസപ്പെടുത്തലാവില്ലേ? റാബിയത്തുൽ അദവിയ്യ എന്ന 21 വയസ്സുകാരി അള്ളാഹുവിനെ തലയിൽ കൊള്ളാൻ പറ്റാതെ നാടുവിട്ടതാണ്. ജെറുസലേമിലെത്തി. ഇങ്ങനെ ഈ ഒരു ടോപ്പിക്കിന്റെ അപ്പുറത്തേക്ക് പോലെ അള്ളാഹുവിൽ എത്തുക എന്നുള്ളതൊരു നീയത്ത് വെച്ചിട്ടാണ്. അപ്പോ ഇവരുടെ ഈ മനാക്കിബും ജീവിതശുദ്ധിയും ധാരാളം കണ്ടിട്ട് നാട് മുഴുവനും വാർത്തയെ ജെറുസലേമിലുള്ള ചക്രവർത്തി റാബിയയുടെ വിവാഹാഭ്യർത്ഥനയാണ്. കെട്ടിക്കോട്ടെ. 2 തവണ ഒരാൾ സമ്മതിച്ചു. അവസാനം രാജാവ് എന്നോ റാബിയനോട് പറഞ്ഞു, നിന്റെ ശരീരത്തിന് വേണ്ടിയല്ല, നിന്റെ ഹിതമത്തിനുമല്ല, നിന്റെ ഒപ്പം പൊറുക്കാനല്ല നീ സേവനവും ചെയ്യേണ്ട റാബിയ. റാബിയ എന്ന് പറഞ്ഞാൽ 4ാമത്തെ പുത്രിയാണ്. അവരെ പേര് എന്നാണ് അദവി രാജവംശത്തിലെ 4ാമത്തെ രാജകുമാരി. അതുകൊണ്ടാണ് രാജാവ് പോയി രാജാവ് തന്നെ പോയിട്ട് പറഞ്ഞു, എന്റെ ഒപ്പം കടക്കാനുമല്ല, എന്റെ സേവനത്തിനുമല്ല, മറിച്ച് നാളെ മഹ്ശറിലെത്തിയാൽ എനിക്കൊരു വിലാസം കിട്ടുമല്ലോ. റാബിയ എന്റെ ഭർത്താവ്, അതിനുവേണ്ടി മാത്രമാണ്. അപ്പോ ആ മറുപടി റാബിയെ കുറച്ച് ബോധിച്ചു. അത് കുഴപ്പമില്ല, ഒന്ന് ആലോചിച്ചു അവര്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ പറഞ്ഞ എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ട, അതല്ല അഭിപ്രായം, ഞാൻ നിങ്ങൾക്ക് ഹിദമത്തും ചെയ്യണ്ട, അതും കുഴപ്പമില്ല. പക്ഷേ ഒരു ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ ഇസ്ലാമിൽ കടമയില്ലേ? ഭയങ്കര ഒരു ചോദ്യമാണത്. എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ട, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സർവീസ് ചെയ്യേണ്ട, അതും ഓക്കെ. പക്ഷെ ഭാര്യയായ പിന്നെ ഭർത്താവിനെ സ്നേഹിക്കണ്ടേ? നിങ്ങൾക്ക് മനസ്സ് തരണ്ടേ? ശരീരം തന്നെ തരാൻ എനിക്ക് മനസ്സില്ല, മനസ്സ് നിങ്ങൾക്ക് തരണ്ടേ?
അതുപോലത്തെ വർത്താനം ഇന്നത്തെ പെൺകുട്ടിക്ക് പറയാൻ പറ്റും. എന്റെ ഹൃദയത്തിൽ ഒരു സൂചി കുത്താൻ ഒരു ഒഴിവില്ല. അല്ല ആ ഹൃദയത്തിന്റെ ചക്രവർത്തിയെ സ്നേഹിക്കാതിരിക്കാൻ ഒരു ഭയങ്കര മറുപടി. എന്റെ ഹൃദയത്തിന്റെ എന്നൊരു പാട്ടില്ലേ, ഹൃദയത്തിന്റെ തെക്ക് വടക്കേ മൂലയിൽ ഒരു കൊട്ടാരം കെട്ടിയതൊക്കെ, എന്റെ ഹൃദയത്തിന്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഒരു മൂലയിലും ഒരു കൊട്ടാരം കെട്ടാൻ പോയി ഒരു സൂചി കുത്താൻ പോലും ഒഴിവില്ല. മനുഷ്യ മുഴുവനും അള്ളാഹു നിറഞ്ഞിരിക്കുകയാണ്. രാജാവ് കേട്ടുപോയി. രാജാവ് കേട്ട് പോകുമ്പോ റാബിയൊക്കെ ടെൻഷൻ, കുറച്ച് ഓവറായി പോയവരുടെ. ഇതിനേക്കാളും യോജിക്കുന്ന ഒരു ആലോചന ഇനി വരാനില്ല. രാജാവ് പണ്ഡിതൻ സാലിഹ് നേരിട്ട് വന്നു. ഞാൻ ഈ നെഞ്ചത്ത് കുത്തുന്ന വർത്തമാനം പറഞ്ഞ മൂപ്പരെ തിരിച്ചയക്കുകയും ചെയ്തു. മാനുഷികമായി ചെറിയ പെൺകുട്ടിയല്ലേ, ടെൻഷനായി. ആ ടെൻഷൻ മാറ്റാൻ റാബി അള്ളാഹുവിനെ കെട്ടിപ്പിടിച്ച് പാടിയ പാട്ടാണ്. മാനസികമായി അള്ളാഹുവിൽ അണഞ്ഞു പാടിയ വരിയാണ് ആ വരി. എനിക്ക് അല്ലാഹു മതി ജല്ലല്ലാഹ്, ഉന്നതനായ അല്ലാഹു മതി. മാഫി ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒന്നും എൻ്റെ മനസ്സിലില്ല. ആ അല്ലാഹു ആവട്ടെ നൂർ മുഹമ്മദ്, എൻ്റെ മുഹമ്മദിന്റെ പ്രകാശവുമാണ്. സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യമായിട്ട് ആ പാട്ട് അവരാണ് പാടിയത് എന്ന് ആ പാട്ട് പാടിയിട്ട് റീൽസ് ഉണ്ടാക്കുന്ന 21 കാരികൾ അതും ആട്ടി ആ പാട്ട് പാടണം. ഹിന്ദി കാസർഗോഡാണ്. ഇസ്ലാമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തടി കൊടുത്ത ആളാണ് ഹംസറുള്ള. ഹംസറുള്ളാന്റെ 9 ഹംസ വേണ്ടിയിട്ടാണ് പിന്നെ ഇസ്ലാമിനെ വറ കൊട്ട പൊളിക്കുന്നത്. ഒക്കെ ഇപ്പുറത്തേക്ക് എല്ലാം മറിച്ചിട്ട് അല്ലാഹുവല്ലാതെ മറ്റൊന്നും പാടില്ല. എന്നെയും നിങ്ങളെയും നമ്മളെയും കുറിച്ച് പറഞ്ഞ തഫ്സീറുൽ കബീറിൽ ഇന്ന മിനൽ ഇബാദ്, നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്. യഅ്ബുദൂനല്ലാഹ ലിയതവസ്സല ബിഇബാദതിഹി ഇലാ വഅദിൻ ആഖർ ദാലിക ജഹ്ലുൻ അദീം. മനുഷ്യന്മാരിൽ ഇബാദുകളിൽ ഒരു കൂട്ടരുണ്ട്. യഅ്ബുദൂനല്ലാഹ, അല്ലാഹുവിനെ ആരാധിക്കുന്നത്, ലിയതവസ്സല ബിഇബാദതിഹി, അവരുടെ ആരാധന കൊണ്ട് എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഇലാ വഅദിൻ ആഖർ, അല്ലാഹുവല്ലാത്ത വേറെ ലക്ഷ്യത്തിലേക്ക്. എന്തിനെ നോമ്പ്? സ്വർഗം കിട്ടാൻ. എന്തേ ദുആ? നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. അറിയണം, നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ അധിക വായനക്കാണ് അവിടെ ഇരിക്കുന്നത്. ഇത്തരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ചായ കുടിച്ചു വന്നെയാണ് കൂടുതൽ അള്ളാനെ അറിയാൻ. ആ മനസ്സിലിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാം ഈ ഇരിക്കുന്നതും ഈ പറയുന്നതും നിസ്കരിക്കുന്നതും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന ജന്നത അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞങ്ങൾ സ്വർഗ്ഗം, ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കുക. വഅദ്ഖിൽനി ജന്ന, സ്വർഗ്ഗത്തിൽ കടത്ത്. പക്ഷേ ഈ സ്വർഗപ്രവേശവും ഈ നരകമോചനവുമാണ് അടിസ്ഥാനപരമായ നിയ്യത്തെങ്കിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നത് സ്വർഗവും നരകമോചനവുമാണ്. അവിടെ ആരാധിക്കപ്പെടുന്നത് അല്ലാഹു. അവിടെയല്ല നമ്മളുള്ളത്. അടുത്ത വരി വായിച്ചാൽ അവിടെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഒരാളെങ്കിൽ അവനായതുപോലുണ്ട്, മിൻ ഹൈസു, ഒരു നിലയിലായതുപോലുണ്ട്. ലൗ ഹസല ലഹു ദാലികൽ ഗറദു ബിത്വരീഖിൻ ആഖർ കദാനൽ വാസില. എന്താണ് അദ്ദേഹം പറയുന്നത്? സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ആരാധനയെങ്കിൽ ആ മനുഷ്യൻ ഇങ്ങനെയാണ്. എങ്ങനെ? ലൗ ഹസല ലഹു ദാലികൽ ഗറദു,
സ്വർഗം എനിക്ക് കിട്ടിയെന്നിരിക്കട്ടെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നിരിക്കട്ടെ. വേറെ വഴിയിലൂടെ ഒരു സങ്കല്പമാണ്. ഒരു സ്വർഗം കിട്ടി വേറെ വഴിയിലൂടെ, വേറെ ആരോ നമുക്ക് സ്വർഗം തന്നു, വേറെ ആരോ നമുക്ക് നരകത്തെ കടത്തൂല എന്നുള്ളൊരു ബോധ്യം തന്നു എന്നിരിക്കട്ടെ. എങ്കിൽ പിന്നെ ഇവന് പടിഞ്ഞാറോട് തിരിയൂലോ, സ്വർഗം കിട്ടി, നരകത്തിൽ കടത്തുകയില്ല. ഇനി എന്താ ഭഗവാനാരാവാസത്തെ സ്നേഹിക്കുന്നത്? എന്തിനാ സ്നേഹിക്കുന്നത്? സ്വർഗത്തെ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മനസ്സിങ്ങനെ ആയതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾക്കും നിരീശ്വരവാദികൾക്കും കളിയാക്കാൻ പറ്റുന്നത്. നരകമാകട്ടെ സ്വർഗമാകട്ടെ നിന്നെ കാണലാണ് നമ്മുടെ നേട്ടം എന്ന് പറഞ്ഞവരാണ് മുസ്ലിം ലോകത്തിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്ത സൂഫികളായ. എന്റെ വകയല്ല, ഇവര് പറയല്ലോ മുസ്ലിമീങ്ങളുടെ സ്വർഗം വലത്തേ ഭാഗത്ത് നോക്കിയാൽ പാൽപ്പുഴ, ഇടത്തേ ഭാഗത്ത് നോക്കിയാൽ ടേമ്പുഴ, മുമ്പോട്ട് നോക്കിയാൽ ഉടയാത്ത പെണ്ണുങ്ങൾ. എന്ത് സ്വർഗ? അവർക്ക് എങ്ങനെ കളിയാക്കാൻ പറ്റുന്നത്? എങ്ങനെ കളിയാക്കാൻ അവസരം ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഈ പറയുന്ന സ്വർഗം ആരാ പഠിപ്പിച്ചത്? ഇതൊന്നുമല്ല നമ്മുടെ സ്വർഗം. നമ്മുടെ സ്വർഗത്തിനെ ചോദിക്കുന്നുണ്ടല്ലോ, സ്വർഗം അല്ലാഹുവാണ്. സ്വർഗത്തിൽ അല്ലാഹുവിനെ അനുഭവിക്കുന്ന ആ രസച്ചരട് മുറിഞ്ഞാൽ സ്വഹീഹായ ഹദീസാണ്. അതാഹു സിക്കന്ദരിയുടെ ഹിക്കമിനെ ഇബ്നുൽ ഹാജിബ് തങ്ങൾ എഴുതിയ വിശദീകരണ കിതാബായ ഈഖാഉൽ ഹിമമിൽ മഹാനവറുകൾ കൊണ്ടുവരുന്ന ഹദീസാണ്. അള്ളാഹനെ അനുഭവിക്കുന്ന രസച്ചരട് സ്വർഗാവകാശികൾക്ക് സ്വർഗത്തിൽ ജീവിക്കുന്നവർക്കും മുറിഞ്ഞു പോയാൽ പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഡാറ്റ തീർന്നാൽ നെറ്റ് കിട്ടുന്നില്ല, ആ സ്ഥിതി വന്നാൽ ചിന്തിക്കേണ്ട ഹദീസാണ്. സ്വർഗാവകാശികൾ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങളെ ഈ സ്വർഗത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണമേ. നരകത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ തീയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണമേ എന്ന് പറയുന്നത് പോലെ സ്വർഗാവകാശികൾ പറയും, ഞങ്ങൾക്ക് ഈ സ്വർഗം വേണ്ട, നരകത്തിൽ കടന്നാലും നിന്നെ മതി എന്ന് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഏതാണ് വാസ്തവത്തിൽ സ്വർഗം? നമ്മൾ എന്തിനാണ് ഈ ചോദിക്കുന്നത്? നരകത്തിൽ ഞങ്ങളെ കടത്തിയാലും നിന്നെ കണ്ടാ മതി എന്ന്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂലേ, നല്ലൊരാൾ മരണപ്പെട്ടാൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എന്താണ് ഈ ദറജ? എന്താണ് ഈ ദറജ? നീ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസുൽ ആലയ്ക്ക് വേണ്ടി ചോദിക്കണം. കാരണം ഫിർദൗസുൽ ആലയുടെ മുകൾ ഭാഗം അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിഭാഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ബാൽക്കണിയുടെ റൂഫ് കൃത്യമായ ഹദീസല്ലേ. സ്വർഗത്തിലെ ബാൽക്കണിയുടെ റൂഫ് അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗമാണ്. അപ്പൊ സ്വർഗത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഉള്ള ആളുകൾക്ക് അതൊരു ഫ്ലാറ്റല്ല, ഒരു ബംഗ്ലാവല്ല, മനസ്സിലാവാൻ വേണ്ടിയാണ്. താമസിക്കുന്ന ആളുകൾക്ക് സദാസമയം അല്ലാഹുവിനെ അനുഭവിക്കുവാൻ കഴിയും. ദറജ കുറഞ്ഞ ആൾക്കാർക്കോ D+ലും D-ലും ജയിച്ചു കയറിയ ആൾക്കാർക്കോ അല്ലാഹുവിനെ എപ്പോഴെങ്കിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിന്റെ മുറാഫഖത്ത് എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ. അതാണ് ഈ ദറജ കൂടൽ. ഈ അല്ലാഹുവിന്റെ രസച്ചരട് മുറിഞ്ഞാൽ അവര് പറയും, ഞങ്ങൾക്ക് നരകം കിട്ടിയാലും തർക്കടില്ല, നിന്നെ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോ അവിടെ ഉടയാത്ത പെണ്ണുങ്ങൾ അവിടെയുണ്ട്, പാലിനേക്കാൾ അവിടുത്തെ പാനീയം അവിടെയുണ്ട്, തേനേക്കാൾ മധുരമുള്ള പാനീയം അവിടെയുണ്ട്. തേനേക്കാൾ മധുരമുള്ള പാനീയം കുടിച്ചാല് ഷുഗർ കൂടുതൽ നീ എടുത്തിട്ടുള്ളത് ആൾക്കാർ ചിന്തിക്കുന്നത്. അതാണ് ഞാൻ നേരിട്ടൊരു ചോദ്യമാണ്. അവിടെ നേരത്തെ പറഞ്ഞല്ലോ, തേനേക്കാൾ മധുരമുള്ള പാനീയം ഉണ്ടാവും. തേനേക്കാൾ മധുരമുള്ള പാനീയം നല്ല പാനീയമാണ്, ഷുഗർ ഉണ്ടാവും. നിങ്ങൾ പറയില്ല എന്നൊക്കെ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു, ഞാൻ ഇത് പറഞ്ഞത് പ്രസംഗമല്ലാന്ന്. ഒരു അഭംഗിയാണ്, അതൊരു ആലങ്കാരികമായി പറഞ്ഞതാവാം. മാധുര്യത്തിന്റെ മധുരമയെ കുറിക്കാൻ ഒരു മൊഞ്ച് വർത്തമാനം അല്ലേ?
തേനേക്കാൾ മധുരം. അല്ലെങ്കിലോ ഡയബറ്റിക് പ്രശ്നങ്ങളൊക്കെ സ്വർഗത്തിനുണ്ടാവും. സ്വർഗത്തിലെത്തിയാൽ അവിടുത്തെ മെറ്റബോളിസം മാറ്റും. ദുനിയാവിലുള്ള ശാരീരിക ഘടനയായിരിക്കില്ല എന്ന് ഖുർആൻ തന്നെ പറയും. അതൊക്കെയും അവിടെ ഉണ്ടായിരിക്കുകയാണ് പറയുന്നത്. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിന്നെ മതി. സ്വർഗം അല്ലാഹുവാണ് സ്വർഗം. ജസാഉഹും മിൻ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. സ്വർഗം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ജസാഉഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അരികെ അവർക്കുള്ള പ്രതിഫലം. അല്ലാഹ് ഇല്ല പിന്നെ ഒരു കഥയില്ല. അള്ളാഹിന്റെ അരിയെ അള്ളാഹിനെ കിട്ടുമ്പോ അവർക്കുള്ള പ്രതിഫലം ബോണസ് എന്താണ്? അടിഭാഗത്തോടെ അരുവി ഒഴുകും. ഖാലിദീന ഫീഹാ, അവിടെ പോലത്തോട്ട് ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, ഐഡന്റിറ്റി കാർഡുണ്ട്, വോട്ടവകാശമുണ്ട്. റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന് ഒരു മതി, വേറെ ആളെ മാറ്റില്ല. കുറെ കാലം ഞാൻ മടുത്തിട്ട് അവർക്ക് അള്ളയും മതി, റസൂലും മതി. അല്ലേ? കുറെ അനുഭവിച്ചിട്ട് നമുക്ക് നേതാക്കന്മാരെ ആദ്യം കിട്ടുമ്പോൾ വലിയ കൊതുവായിരിക്കും, ഒരു ആഗ്രഹം. മൂപ്പരപ്പം സെൽഫി എടുക്കണം, മൂപ്പരപ്പം കാറിൽ പോകണം, മൂപ്പര ഓട്ടം, മൂപ്പര ആളാണ് ഞാൻ എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കണം. എന്റെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എല്ലാവരും ആഗ്രഹം. പക്ഷെ ചിലപ്പം കണ്ടാൽ പിന്നെ ഒരു ഫോൺ വിളിച്ചാൽ തന്നെ നമ്മളെടുത്ത് മടുപ്പ്. 2 മാസം മുമ്പ് മൂപ്പര ഒരു ഫോൺ കോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ വിളിച്ചോണ്ടെന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യും, കണ്ടോണ്ടെന്നാലും ഇപ്പൊ കാണുന്നില്ല. ദുനിയാവിൽ വരവക്കാൻ ആര്? പക്ഷേ അള്ളാനെ എപ്പോഴും കണ്ടാലും പൂതി മാറുന്നില്ല, ഇനിയും കാണണം. റസൂലുള്ളാഹിനെ എപ്പോഴും കണ്ടാലും പൂതി മാറുന്നില്ല. ഈ അറ്റത്തും റബ്ബ്, ആ അറ്റത്തും റബ്ബ്. റബ്ബിൽ തുടങ്ങി റബ്ബിൽ തീരുന്നതാണ് സ്വർഗം. പിന്നെ ബാക്കിയൊന്നും ഈ പറയുമ്പോ ഈ ചങ്ങാതിമാരില്ലേ, അവരെ പേര് നമ്മളതിനെ മിഹ്റാബിൽ പറയുന്നത്. ഇത് വെച്ചിട്ട് എത്ര വീഡിയോസാ. നമ്മളാണെങ്കിൽ അതിന് മറുപടി കുറെ വീഡിയോസ്. ഇതൊക്കെ സംസാരിക്കാൻ പറ്റുക ആ വിഷയമൊക്കെ. പൂർണിങ്ങളുടെ വിഷയവും തേൻപുഴയും പാൽപ്പുഴയൊക്കെ, അതൊക്കെ എന്താ? ഇപ്പൊ ഉമ്മാര് പറയല്ലോ കുട്ടികളോട്, ഉമ്മാന്റെ കുട്ടിയല്ല. ഞാൻ പോയി വരുന്നവരെ ഒരു കുരുത്തക്കാടും കളിക്കട്ടെ, ഞാൻ പോയി വരുമ്പോ ഒരു ബലൂൺ കൊണ്ടുവരും. ഉമ്മാന്റെ കുട്ടിയല്ല, ശല്യമൊന്നും ചെയ്യരുത്. ഞാൻ പോയി വരുമ്പോ ഒരു കാറ് കൊണ്ടുവരും, ഒരു ഐസ്ക്രീം കൊണ്ടുവരും, ഒരു പാവ കൊണ്ടുവരും. ഇന്ന് കുട്ടികളെ കൗതുകപ്പെടുത്താൻ ഉമ്മാര് ഉപയോഗിക്കുന്ന കുറെ പ്രയോഗമില്ല. അതാണ് നിങ്ങൾക്ക് തസ്ബീഹുണ്ട്, നിങ്ങൾക്ക് ഹൂറുകളുണ്ട്, നിങ്ങൾക്ക് 500 കൊല്ലം നടന്നാലും തീരാത്ത തോട്ടമുണ്ട്, നിങ്ങൾക്ക് കാഴ്ചകളുണ്ട്. നിങ്ങളൊന്ന് എന്നെ അനുസരിച്ച് കാരണം അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതിന്റെ കാന്തനികമായി നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. മനസ്സിലാക്കണം. ലില്ലാഹി തആല മാനദ ഹസ്ബാനെ കിട്ടാം, ബാക്കിയൊന്നും പ്രതിഫലമല്ല. തെറ്റിദ്ധരിക്കേണ്ട ഇയാളെന്താ പറയുന്നത്? ഈ പ്രദേശത്ത് ഒരു പ്രാദേശിക നേതാവ്, ഒരു സംസ്ഥാന നേതാവായി കൂട്ടിയോ, ഒരു അഖിലേന്ത്യാ നേതാവായി ഇതായിക്കൂടായി ഇല്ലല്ലോ. ആയി ഇതൊരു നാട് നടപ്പില്ല. എന്താ നാട് നടപ്പ്? ചൂടൊന്ന് നന്നാക്കും, മുറ്റമൊന്ന് സൗകര്യപ്പെടുത്തും. ഇതേവരെ 2 കാറിന് നിൽക്കാൻ പറ്റുള്ളൂ. ഇനി പല ഭാഗത്തും ഗസ്റ്റുകൾ വരും, ഒരു 10-50 കാറുകൾക്ക് നിർത്താൻ പറ്റണം. ഇപ്പം മൂപ്പര വീട്ടിലേക്ക് നിന്ന് ഇറങ്ങിപ്പോകാൻ 2 കാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും സ്ഥലമില്ല. ഇപ്പൊ കുറച്ചുകൂടി ഗേറ്റ് വലുതാക്കി ഒരു 3-4 കാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ മാത്രം അവിടെ ഒരു സൗകര്യം കൊണ്ടുവന്ന് വെച്ചു. പിന്നെയോ നേതാവ് എപ്പോഴും തൊഴിലുണ്ടാവണമെന്നില്ല. അപ്പൊ വെയിറ്റ് ചെയ്ത് നോക്കി മുഷിയരുത്. അപ്പൊ അവിടെ ഒരു ഗാർഡൻ ഫിറ്റ് ചെയ്ത്, അവിടെ ഒരു ഗ്യാലറി ഫിറ്റ് ചെയ്ത്, കുറെ ഫോട്ടോ വെച്ചു, കുറെ പൂന്തോട്ടം വെച്ചു, കുറെ അക്വേറിയം വെച്ചു, പിന്നെ സമാവർ വെച്ചു. അതിലെപ്പോഴും കട്ടൻ ചായ വേണം, എന്തെങ്കിലും തേച്ചപ്പാടിന്റെ ഒരു നുറുക്കും വേണം.
ഇതൊക്കെ നോക്കി നടത്താൻ കണ്ട ആളും വേണം. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചു. കാരണം എന്താ? ഗസ്റ്റുകൾ. ഒരു ആഗോള നേതാവാണെങ്കിൽ ആംബിയൻസിൽ ആഗോള നിറവ് വരും. ഇനി കൂട്ടിക്കോ, ഇതൊക്കെ അവിടെ ഒരുക്കി നേതാവ് അങ്ങോട്ട് മനുഷ്യരും നമ്മുടെ കാലം ഈ പറഞ്ഞൊക്കെ വേസ്റ്റ്. അതാണ് പറഞ്ഞത്. ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ അള്ളാഹുവിനെ അനുഭവിക്കുവാൻ വരുന്ന ഇടത്തിന്റെ പേരാണ് സ്വർഗം. അവരുടെ സൗകര്യമാണ്. പാർക്ക് വേണം, അക്വേറിയം വേണം, പാനീയം വേണം. കട്ടൻ ചായ സമാപനം പത്തായി പോരാ, അതിന് ഹൗദുൽ കൗസർ വേണം, കസ്രീം അരുവി വേണം, പാലിനേക്കാൾ വെളുത്ത വേണം, തേനേക്കാൾ മധുരമുള്ള വേണം, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വേണം. സ്വർഗത്തിലെത്തിയിട്ട് പൂർലിംഗങ്ങളെ പ്രാപിക്കാൻ നിർബന്ധമായ കാര്യമല്ല. പൂർലിംഗങ്ങൾ വേണ്ടവർക്ക് അതുമാകാം. അതൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട സാധനമല്ല. അതൊന്നുമല്ല. 1000ാമത്തെ വിശേഷണം, 1001ാമത്തെ വിശേഷമാണ്. വേണ്ടവർക്കാവാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഈ പറയുന്ന പാനീയങ്ങൾ വേണ്ടവർക്ക് കുടിക്കാം, അല്ലാത്തവർക്ക് കുടിക്കാതിരിക്കാം. അതിനൊക്കെ വിശദീകരണം അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്തോ അള്ളാഹിനോട് ചോദിക്കരുത്, പൊട്ടത്തരം ചോദിക്കരുത്. 3 നേരം ഒന്നിച്ച് മന്തി തിന്നാൻ പറ്റിയ ആൾക്കാർ നമ്മൾ ആരാണ്? ഒരു സങ്കല്പത്തിന് ഒരു അക്കം വേണം. എല്ലാ നേരവും പാലിനേക്കാൾ വെളുത്ത പുഴഞ്ഞിങ്ങനെ കുടിക്കുന്നതാണ്, തേനേക്കാൾ മധുരയുടെ പുഴഞ്ഞിങ്ങനെ കുടിക്കുന്നതാണ്. എല്ലാ ഭാഗത്തും തോന്നുമ്പോ പെണ്ണുങ്ങൾ 5ാമത്തെ സാധാരണ പറയൂലേ, അടിപൊളിയാണ്, സമ്മതം അറിയൂലേ, നിങ്ങൾ പറയും. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞ ഈ സാധനം വേണം. സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊക്കെ വേണ്ടവർക്കാവാം, അല്ലാത്തവർക്ക് വേണ്ട. സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണലും റസൂലുള്ളാഹിനെ അനുസരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ. ആസിബി അല്ലാഹു ഇന്റെ അടുക്കൽ എനിക്കൊരു പല വേണം. ഒരേ കെട്ടുമ്പോ 10 സെന്റ് സ്ഥലം വേണം. എല്ലാം പ്രവർത്തനം ഒരു പരമാവധി ഉണ്ടാവും. പക്ഷെ ആ വീട് എവിടെയായിരിക്കണം? ഇന്തക ഇന്റെ അടുത്തായിരിക്കണം. 3.5 ലക്ഷം കൊടുത്താൽ ഹജ്ജ് ചെയ്യാം, 8 ലക്ഷം കൊടുത്താൽ ഹജ്ജ് ചെയ്യാം. ലാഭം ഒന്ന് തന്നെ. എന്താ മാറ്റം? പ്രൈവറ്റ് സാർക്ക് 7 ലക്ഷം കൊടുത്താൽ ഗ്രീൻ കാറ്റഗറി, ലാഭന്റെ അടുത്ത റൂം. 3.5 ലക്ഷം സർക്കാരിന് കൊടുത്താൽ, 4 ലക്ഷം സർക്കാരിന് കൊടുത്താൽ അസീസിയെ ഇങ്ങനെ പറഞ്ഞാണ് തോന്നുന്നത്. അതാണ് മാറ്റം. ആസിബി പറഞ്ഞു, എനിക്ക് നിന്റെ അടുത്തൊരു വീട്, നിന്റെ അടുത്താവുക. അവിടെ പരാതിയില്ല, അവിടെ പരിഹാസങ്ങൾ വരുന്നില്ല. ഈ അല്ലാഹുവാണ് നേട്ടം. അവിടെയും എവിടെയും ഇനി ആയതിനെയൊക്കെ കളിയാക്കാൻ ഒരു കുഴപ്പമില്ലേ? മനുഷ്യന്റെ വിനോദ സങ്കല്പങ്ങളെ കൃത്യമായത് പറയുന്നു. പച്ചപ്പ് പറയുമ്പോൾ ആയതിനെ വിശദീകരിച്ച് നടത്താം. പച്ചപ്പ്, ലോകത്തെ പച്ചപ്പ് എന്നുള്ളത് 1500 കൊല്ലം മുമ്പ് സിംബോളിക്കലി ഖുർആൻ കൊണ്ടുവരുന്ന ഒരു ആനന്ദ സങ്കല്പത്തിന്റെ പെർഫെക്ഷനാണ്. ഇന്നും പച്ചപ്പ് തന്നെയല്ലേ? ഗൾഫിലേക്ക് പോയാൽ വെൽക്കം ചെയ്യുന്ന ബോർഡിൽ എന്താ ഉണ്ടാകുക? ആ നാട്ടിലുള്ള പാർക്കുകൾ, ആ നാട്ടിലുള്ള ഗാർഡനുകൾ. വെൽക്കം ടു ഒമാൻ, വെൽക്കം ടു ബഹ്റൈൻ. കണ്ടവരൊക്കെ ധാരാളില്ലേ? ആ നാട്ടിലൊക്കെ 150 പൊക്കം ഫ്ലാറ്റ് ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ അതുപോലും വെൽക്കം ബോർഡിലില്ല. പച്ചപ്പാണ്. പച്ച അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഡോക്ടർക്ക് പച്ച, നഴ്സിന് പച്ച. പച്ചപ്പൊരു പ്രതീകമാണ്. പിന്നെയോ അടിഭാഗത്തോടെ അരുവികളൊഴുകും. ലോകത്തിന്റെ വരെ ഉണ്ടായ മോഹൻജദാരോ, ഹാരപ്പ, മായൻ, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് എല്ലാ നാഗരികതകളും നദീതീരങ്ങളില്ലാത്ത സംസ്കാരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീം വേൾഡ് അല്ല. സ്വർഗം എന്ന് പറയുന്ന ഒരു ചിത്രം മനസ്സിൽ പോകണല്ലോ. ഒരു വലിയ ദുബൈമാണോ, ഒരു വലിയ ലുലുമാണോ? അല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു നാഗരികത, സിവിലൈസേഷൻ ആണ്. കൃഷിയുണ്ട്,
കച്ചവടമുണ്ട്, പോത്തുണ്ട്, ബൈക്കുണ്ട്, പള്ളിയുണ്ട്, ദർസുണ്ട്, നേതാവുണ്ട്, അനുയായുണ്ട്, ദുനിയാവിന്റെ പ്രവേശനം. അതൊരിക്കലും അട്ടി കട്ടി 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 അതല്ല, അടുത്തു. അതാണ് പറയുന്നത്, നദീതീരത്തായിരിക്കും സ്വർഗം. കൃത്യമാണെന്ന് പറയുന്നത്, നദീതീരത്തായിരിക്കും സ്വർഗം, മരുഭൂമിയിലല്ല. മനുഷ്യനെ കൗതുകപ്പെടുത്തുന്ന, ആവേശപ്പെടുത്തുന്ന, ആഗ്രഹിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഏതായിരിക്കും ആ നദി? ഇതൊക്കെ ആലോചിക്കലാണ് ഈമാൻ. ഏതായിരിക്കും ആ നദി? എങ്ങനെയായിരിക്കും ആ നദി? അവിടെ മണലുണ്ടോ? എന്തായിരിക്കും അതിലെ മത്സ്യങ്ങൾ? അതാണ് നമ്മുടെ നദീതീരത്താണ് സ്വർഗം. നദീതീരത്താണ് സ്വർഗം. വേറെയും പരാജയത്തില് പിന്നെയോ ഖാലിദീന ഫീഹാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൗരത്വം ഉണ്ടാകും. മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മനസ്സിലാവും. ഗൾഫിൽ പോയി വലിയ സൗകര്യങ്ങളൊക്കെ, വലിയ സമാധാനം. എന്താ ഹുക്കൂമത്ത്, സുൽത്താനി, ഖലീഫ, ഭരണകൂടം ഒരു തീരുമാനം ഇന്ന് രാത്രി എടുത്ത് സ്വദേശിവൽക്കരണം, എന്താ 100 കോടി ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഒരു കാര്യമില്ല. പിറ്റേന്ന് രാവിലെ വേണ്ടി വരും. കാരണം എന്താ? പൗരത്വമില്ല. ദുബൈയിലെ ഗോൾഡൻ വിസ എന്താ എത്ര വലിയ പൈസ? 10 കൊല്ലത്തേക്ക് വലിയ റിസ്ക് ഇല്ല. കുറെ ആൾക്കാർ എന്താ അച്ചായന്മാരൊക്കെ കാനഡയിലല്ല പൗരത്വം കിട്ടും. GCC ഒമാന്റെ നിയമമുണ്ട് നമുക്ക് കേട്ടാൽ, ഒമാനികളുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും. എത്രയൊരു കൊല്ലം അവിടെ നിന്നാൽ പൗരത്വം. പൗരത്വ പ്രധാനം. സ്വർഗത്തിലെ സ്വർഗാവകാശികൾ അതിഥികളല്ല, അതിഥികൾ പോലുമല്ല. അഭയാർത്ഥികൾ ഏതായാലുമല്ല, അതിഥികൾ പോലുമല്ല. ഈ അതിഥികളായ എന്താ പ്രശ്നം? 3 ദിവസമൊക്കെ രസം ഉണ്ടാവും. 4ാമത്തെ ദിവസം ഒരു ഭാരയായിരിക്കും. ഇദ്ദേഹത്തിന്റെ ബിരിയാണി പത്രാസായി തിന്നത് സംഭവം നല്ല മുഖമൊക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ റൂം തന്നെ അല്ലേ കുറെ സാഹചര്യം ഒരു ഭാരം. അതിഥികൾക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അള്ളാഹിന്റെ ഒരു വർത്താനം നോക്കണം, ഖാലിദീന ഫീഹാ. സ്വർഗത്തിന്റെ പട്ടിക പരിശോധിച്ചാൽ നിങ്ങളുടെ പേര് അതിൽ കാണും എന്നാണ് പറയുന്നത്. നമ്മുടെ സ്വർഗത്തിലെ മെമ്പറാണ്. സ്വർഗത്തിൽ പേരുണ്ട്. അതിനേക്കാളും വലുത് എന്താ? അല്ലാഹു തെരഞ്ഞെടുക്കുന്നതല്ലേ പറയുന്നത്. യാ അല്ലാഹ്, അല്ലാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പേര് നീ നിന്റെ പട്ടികയിൽ ചേർക്കണമെന്ന് നമ്പുരാനെ. സ്വർഗത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിൽ പോയി. 18 വയസ്സാവുന്നേ നമ്മുടെ ക്യൂ എത്തിയപ്പോ ഓഫീസർ, ഇതിന്റെ പേര് കാണുന്നില്ലല്ലോ. ഇവിടെ നിന്നൊരു കുൽക്കാം, ഞാൻ ഈ നാട്ടിലെ പൗരനല്ലേ, എന്റെ സാന്നിധ്യത്തിന് ഒരു വിലയില്ലേ. ജയിച്ചേന്തവരെ നോക്കാൻ പോയി. നെറ്റ് തുറന്നു അല്ലെ, ബോർഡും ഒട്ടിച്ചിട്ട് വായിച്ചു നോക്കാൻ പോയി. ആൽഫബറ്റ് ലെറ്റർ നമ്മുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാ അക്ഷരം? പക്ഷെ അതാ 3ാമത്തെ പേരെന്നെ ദുനിയാവിലെ ഫീലാണ്. അള്ളാന്റെ വാക്കാണ് ഖാലിദീന ഫീഹാ. മലക്കിന്റെ സ്വർഗത്തിന്റെ സ്ഥിതിവിവര പട്ടികയിൽ പുരുഷന്മാർ എത്ര, സ്ത്രീകൾ എത്ര പട്ടികയിൽ നിന്റെയും പേരുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. അതിൽ അല്ലാഹു നമ്മുടെ ഈ പേരിനെ, നമ്മുടെ ഉപ്പയുടെ പേരിനെ, ഉമ്മയുടെ പേരിനെ, കുടുംബക്കാരുടെ പേരിനെ അല്ലാഹു നീ ചേർക്കണമേ നമ്പുരാനെ. റളിയല്ലാഹു അൻഹു. കുറെ കാലം നമ്മളെ പറ്റിയാൽ അല്ലാഹു മടുക്കൂല. ഇവർക്ക് തോന്നുന്നു, ഗവൺമെന്റ് വരെ തോന്നും, അല്ലാഹു തോന്നൂല. തൃപ്തിയാണ്. അതിനർത്ഥം മാറ്റൂല, നിങ്ങൾക്കുള്ളതാണ് അവിടെ. നമുക്ക് ഓരോ മാറ്റാൻ തോന്നും. അമ്മേ അമ്മേ എനിക്കൊരു പേര് വേണം, TV കണ്ടത് തന്നെ വേണം. അതാ TV കണ്ട പേര് സ്കൂബിയുടെ വാങ്ങിക്കൊടുത്തു. ഒരു കവിതയിലാണ്, അമ്മേ അമ്മേ എനിക്കൊരു ഡാഡി വേണം. അതാ മോനെ TV കണ്ടത് തന്നെ വേണം. അതാണ് കണ്ടത്. ഒരു നടന്റെ പേര് പറഞ്ഞു, സ്വന്തം ഉപ്പാനെ മാറ്റുന്നു എന്ന് പറഞ്ഞത്. നമ്മുടെ കാണണ്ടല്ലേ മറ്റൊരു മജ്ലിസ്. അള്ളാനെയും റസൂലിനെയും മാറ്റാൻ തോന്നുകയില്ല. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിഹസിക്കാൻ വകുപ്പില്ല. അള്ളാഹു റസൂൽ പ്രധാനം, ബാക്കിയൊക്കെ അനുബന്ധം.
കുട്ടികളുമുണ്ട്. ഏത് മനസ്സ് എല്ലാ മനുഷ്യന്മാർക്കും കൗതുകമുള്ള കാര്യമാണ് കുട്ടികളുടെ തലയിലൂടെ. ഹിറ്റ്ലർ ചെയ്താണ്, ഉടയാൾ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നതാണ്. സ്വന്തം പേരക്കുട്ടികളെ മുടിയിലൂടെ വിരൽ കൊണ്ടുപോവുക, കുട്ടികളെ താലോലിക്കുക. അള്ളാഹു അതുവരെ പറഞ്ഞു വെച്ചു, സ്വർഗത്തിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്ന വോളണ്ടിയേഴ്സായി കുഞ്ഞുങ്ങളുണ്ട് തടികയുമായി വരുന്നു. ഏത് കുഞ്ഞുങ്ങൾ? ഒരു വാക്കിന്റെ ഒരു ഘടന നോക്കണം. ഇനി മരിക്കാത്ത കുഞ്ഞുങ്ങൾ. ഒരിക്കൽ മരിച്ചു, ഇനി മരിക്കില്ല. അതിന്റെ തഫ്സീർ തന്നെ ഇതാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ബാലികാബാലന്മാരാണ് സ്വർഗത്തിലെ നിങ്ങളെ സേവനം ചെയ്യുന്ന, സർവീസ് നടത്തുന്ന, ഖിദ്മത്ത് നടത്തുന്ന ഖുദ്ദാമായ അവിടെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പരിശുദ്ധമാണ്. നിരീക്ഷണത്തിലുള്ള ചോദ്യമാണ്. കാസയിലെ കുഞ്ഞുങ്ങളെ എന്തേ കൊണ്ടുപോകുന്നു? വയനാട്ടിൽ ഉരുൾപൊട്ടത്തിൽ എന്തേ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു? യമനിൽ എന്താ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു? അത് സ്വർഗത്തിലെ വളണ്ടിയേഴ്സാണ്. ആ കുഞ്ഞുങ്ങളെ തലയിലൂടെ വേറെ നിങ്ങൾ വായിക്കും. വിനോദസങ്കല്പത്തിന്റെ അതിന്റെ മാക്സിമം ഉണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അവന്റെ ഉത്തമന്മാരായ അടിയാറുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ കണക്കാക്കിയതിനേക്കാളും ഞാൻ കണക്കാക്കിയതിനേക്കാളും സമയം കൊടുത്ത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മളിവിടെ ചെലവഴിച്ച ഒരു സെക്കൻഡ് പോലും അള്ളാഹു സ്വീകരിക്കാതെ അള്ളാഹു നമ്മളിൽ നിന്ന് തട്ടിക്കളയുക നമുക്ക് നഷ്ടമാണ്. നിന്റെ യാഥാർത്ഥ്യം കൊണ്ട്, നിന്റെ നബിയുടെ ഫള് കൊണ്ട് അള്ളാഹു പരലോകം വിജയിക്കുന്ന, മരണത്തിന്റെ സന്ദർഭത്തിൽ ഈമാൻ ബാക്കിയാവുന്ന, മരിക്കുന്ന നേരവും അതിന് ശേഷവും നിന്റെ തൃപ്തിയിലാകുന്ന അടിയാറുകളിൽ ഞങ്ങളെ ഓരോരുത്തരും, ഇവിടെ കൂടിയ ഓരോ സഹോദരനും ഓരോ വ്യക്തിയെയും നീ ഉൾപ്പെടുത്തി ആഗ്രഹിക്കണമെന്ന് പറയാൻ. പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ പറയുന്നില്ല. കൂട്ടിച്ചേർക്കാനോ പറയാനോ നിങ്ങൾക്കതേക്കുറിച്ച് എനിക്ക് തിരുത്തിത്തരാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവിടെ തങ്ങളും വിവരിക്കുന്നുണ്ട്. അതിനുള്ള കുറച്ച് സമയം കൂടി നമുക്ക് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, മറ്റു വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദൂരീകരിക്കാം. സംശയങ്ങൾ നമ്മളെ സംശയമല്ല, മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ളൊരു അവസരമാണ്. ഇസ്ലാം പിന്നെ ഒരു ദുഷ്പേരിലാവുന്ന, പ്രതിക്കൂട്ടിലാവുന്ന ഒരു വകുപ്പ് അവിടെ ഇല്ല. അടിമ സ്ത്രീകളെ ആർക്കും എങ്ങനെയും എന്തുമാകാവുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് അടിമ സ്ത്രീകളെ യജമാനന്മാർക്ക് മാത്രമേ ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ഭർത്താവിനെ മാത്രമേ ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ എന്നൊരു വ്യവസ്ഥയിലേക്ക് ആക്കുകയായിരുന്നു ഇസ്ലാം. ജസ്റ്റ് ഇസ്ലാമിൽ അല്ലാത്തൊരു അടിമ സ്ത്രീക്ക് ഉണ്ടായിരുന്ന ജീവിതം എങ്ങനെയാണെന്നുള്ള നോക്കൂ. അടിമ സ്ത്രീ ചന്തയിലാണ് ഉണ്ടാവുക. അടിമ സ്ത്രീയെ ഒന്നിലേറെ യജമാനന്മാരെ വാങ്ങിക്കൊണ്ടു പോകുന്നുവെന്നിരിക്കട്ടെ, ഇസ്ലാമിന്റെ വെളിയിലെ ഇസ്ലാമിന്റെ പുറത്തെ സിസ്റ്റം അനുസരിച്ചുകൊണ്ട് എത്രയും യജമാനന്മാർക്ക് ശാരീരികമായി ബന്ധപ്പെടാം. ഇനി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സിസ്റ്റം, അടിമ സ്ത്രീകളിൽ ശാരീരികമായി കരുത്തുള്ള സ്ത്രീകളാണെങ്കിൽ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിപ്പിച്ചുകൊണ്ട് അതിന് വാടക നിശ്ചയിക്കുന്ന രീതിയിൽ ഖുർആൻ പ്രത്യേകിച്ച് ആയത്തിൽ പറയുന്നുണ്ട്. ആ സിസ്റ്റം ഉണ്ടായിരുന്നു. വേശ്യാവൃത്തി, ക്ലോത്തൽസ്, നമ്മുടെ ഇന്നത്തെ പല നാടുകളിലുമുള്ള ഈ സ്പാ അതേപോലെയുള്ള കേന്ദ്രങ്ങളുണ്ട്. അതേപോലെയുള്ള കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിട്ട് യജമാനന്മാര് വാടക ഈടാക്കുന്നു, ഇവർക്ക് ചെറിയ വേതനം കൊടുക്കുന്നു, ശരീരം അവരുടെ മാംസം വിറ്റുകൊണ്ട് മുതലാളിമാരാകുന്നു. ഈ സിസ്റ്റം ഒക്കെ വളരെ നിർബാധം നിസ്സങ്കോചം നടക്കുന്ന ഒരു കാലത്താണ് അങ്ങനെയല്ല അടിമ സ്ത്രീകൾ. അവർക്കൊരു ജീവിതമുണ്ട്, വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് അടിമ സ്ത്രീകളെ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഒരു യജമാനെ അടിമ സ്ത്രീയെ മോചിപ്പിക്കാം. ഓപ്ഷൻസ് അതാണ്. ഒന്നുകിൽ മോചിപ്പിക്കാം, അതോടുകൂടെ ചർച്ച ക്ലോസ് ആയി. രണ്ടാമത്തേത് ആ അടിമ സ്ത്രീയെ മറ്റൊരു അടിമക്ക് വിവാഹം ചെയ്ത് കൊടുക്കാം. മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ അടിമയായ ഭർത്താവിന് മാത്രമേ ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ട് ഈ യജമാനെ ബന്ധപ്പെടാം. വളരെ കൃത്യമായ വകുപ്പാണ്.
വിവാഹം ചെയ്തിട്ട് യജമാനൻ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൽ മക്കളുണ്ടാവുക വഴി എന്ത് സംഭവിച്ചു? ഉമ്മ വലതായി, ആ മകൻ അല്ലെങ്കിൽ സന്താനം സ്വതന്ത്രനായി അല്ലെങ്കിൽ സ്വതന്ത്രയായി, ഈ യജമാനൻ മരിക്കലോടുകൂടെ ആ പെണ്ണും സ്വതന്ത്രയായി എന്ന് പറയുന്ന ഒരു വകുപ്പ് എത്ര വ്യവസ്ഥാപിതമാണ്. അത് വ്യവസ്ഥാപിതമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ആ വകുപ്പല്ലാത്ത അടുത്ത ഓപ്ഷൻ ചിന്തിക്കണം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആർക്കും എന്തുമാകാവുന്ന ഓപ്ഷനാണ്. വാസ്തവത്തിൽ ഇസ്ലാമിലല്ല എന്തുമാകാവുന്ന ഓപ്ഷൻ, ഇസ്ലാമിന്റെ പുറത്താണ്. അതിന്റെ കൂടെ അനുബന്ധമായി നമ്മൾ ചിന്തിച്ചാൽ ഈ ഇങ്ങനെ ഒരു സിസ്റ്റം ഇങ്ങനെ ചോദിക്കുന്ന പോലെ അതിന്റെ ചോദ്യത്തിന്റെ ഒരു വേറെ അടരാണ് എന്തുകൊണ്ട് ആ സിസ്റ്റം ഇസ്ലാം നിരോധിച്ചില്ല എന്നുള്ളത്. അതിന്റെ അനുബന്ധമായിട്ട് പറഞ്ഞാല് അത് ഇസ്ലാം തുടങ്ങിയ ഒരു സിസ്റ്റം അല്ല, നിലനിന്നിരുന്ന ഒരു രീതിയാണ്. ആ രീതി ഒറ്റയടിക്ക് ഈ അടിമ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിലും നിർത്തൽ ചെയ്യുക എന്നുള്ളത് അടിമകൾ പോലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം തൊഴിൽ നഷ്ടപ്പെടും. അന്നത്തെ കാലത്തെ അടിമകളിൽ പലർക്കും അടിമകളായി തുടരാനായിരുന്നു താല്പര്യം. ഇസ്ലാമിൽ ഒറ്റയടിക്ക് അടിമത്തം നിരോധിച്ചു എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയിരുന്നുവെങ്കിൽ അതൊരിക്കലും ആ കാലഘട്ടത്തിലുള്ള അടിമകളായ ഒരു സമൂഹത്തിന്, സഹാബികൾക്കുള്ളിലുള്ളതും ഉള്ളിലില്ലാത്തതുമായിട്ടുള്ള അടിമ സമൂഹത്തിന് അത് സ്വീകാര്യമാകുമായിരുന്നില്ല. കാരണം അവർ ഒരു ഉടമ ജീവിതം അല്ലെങ്കിൽ സ്വതന്ത്ര ജീവിതം എന്ന് പറയുന്നതിനോട് അവർ പൊരുത്തപ്പെട്ടിരുന്നില്ല. അപ്പൊ മാനസികമായി സ്വതന്ത്രമാണ് വലുത് എന്ന് ആദ്യം അവർ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം അവർക്ക് ആദ്യമായി മാനസികമായി അവരത് പഠിപ്പിക്കുന്നു. പിന്നെ മോചിപ്പിക്കൽ ഒരു പുണ്യകർമ്മമാക്കി മാറ്റുന്നു. ഇസ്ലാമിലുള്ള പ്രായശ്ചിത്തത്തിന്റെ പ്രധാന വകുപ്പാക്കുന്നു. ഘട്ടം ഘട്ടമായി ഭൂമിയിൽ ഇസ്ലാമിക ലോകത്തെ അടിമകൾ ഇല്ലാതാവുന്നു. ഒരു കാര്യം കൂടി, ഇതിന് പക്ഷേ ഭാവിയിൽ അടിമകൾ ഉണ്ടായേക്കാം, സാധ്യതയുണ്ട്. ലോകത്തിന്റെ രാഷ്ട്രീയം എന്തൊക്കെയെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെ അടിമകൾ തിരിച്ചു വരികയാണെങ്കിൽ ആ കാലഘട്ടത്തിലും ആ അടിമ സമൂഹത്തോട് മാന്യമായി പെരുമാറാനും വർദ്ധിക്കാനും ജീവനാവകാശവും ജീവിതാവകാശവും കൊടുക്കുവാനുമുള്ള ഒരു കർമ്മശാസ്ത്രം ഭൂമിയിൽ ബാക്കിയുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ റബ്ബുൽ മുഅ്മിനിൽ പോലും നിലവിലും അടിമത്ത വകുപ്പ് അങ്ങനെ തന്നെയുള്ളത്. ഇസ്ലാമിൽ ഭൂതകാലത്തിന് പരിഗണനയുണ്ട്, വർത്തമാനകാലത്തിന് പരിഗണനയുണ്ട്, ഭാവി കാലത്തിന് പരിഗണന. ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കൂടുതൽ കോൺട്രാക്ട് ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ പറയാം. ഈ 3 കാലത്തിന്റെ പരിഗണന എല്ലായിടത്തും വിഷയമാണ്. ഇപ്പോ ഈ നമ്മുടെ ഈ മാസപ്പിറവിന്റെ ചർച്ചയിൽ ഈ അലി മണിഫാൻസിന്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. കുറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ കണക്കിൽ ഈ മാസം കൃത്യമായിട്ട് വെബ്സൈറ്റുകളിൽ ഉണ്ടല്ലോ, അതിന്റെ അൽമാനാക്ക് ചാർട്ട് ഉണ്ടല്ലോ, മാസയുടെ ലിസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ പ്രശ്നം ഈ 3 കാലവും പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു 100 കൊല്ലം മുമ്പ് അതില്ല, ഒരു 100 കൊല്ലം കഴിഞ്ഞത് ഉണ്ടാവണമെന്നില്ല. എല്ലാ കാലത്തും ആളുകൾക്ക് പെരുന്നാളും നമുക്ക് ഉണ്ടാകാം. അപ്പൊ എല്ലാ കാലത്തും ബാക്കിയാവുന്ന ഒരു മാനകമായ പൊതുവായ സിസ്റ്റമാണ് ഇസ്ലാമിൽ നിയമമാക്കുക. ഈ എല്ലാ കാലത്തെയും പരിഗണിക്കുക, ഭാവി സാധ്യതയെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ ഏത് മനുഷ്യർക്കും പ്രാപ്യമായ പ്രായോഗികമായ നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം ഇസ്ലാമിന്റെ നിയമസംഹിതയെ വികസിപ്പിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഫുഖഹായിന്റെ ഒരു കറാമത്താണ്, ഒരു തികവാണ്, അതിന്റെ ഒരു സമ്പൂർണ്ണതയാണ്. കോടിയതായിട്ട് സൂചിപ്പിക്കുന്നത്. ഒരാളെ ചോദിച്ചാൽ ചിലപ്പോൾ കുറെ ആളെ ചോദിക്കും, ചിലപ്പോൾ ഇതെല്ലാവർക്കും കൂടി ഇത് ആക്കുകയും ചെയ്യാം. ഞാനിവിടെ ഈ ആശയം പറഞ്ഞ് മറുപടി പറയണം. ഏതാണ് പ്രൈവറ്റായി മതി. നിങ്ങളങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെ ഈ വിഷയം എല്ലാവരും അറിയണം എന്നുള്ള ചിന്താഗതിയായിരിക്കാം അല്ലെ നിങ്ങൾ ആ ഒരു വിഷയം കൊണ്ടുവന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചത്. പക്ഷെ അതിന്റെ വേറൊരു രൂപത്തിൽ ഇങ്ങനെ വരലുണ്ട്. ഈ ഭൂമി ഇത്രയും ചെറുതല്ലേ ഈ പ്രപഞ്ചത്തെ ആകെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഈ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഈ ഭൂമിയിലാണെങ്കിൽ കോടിക്കണക്കിന് സ്പീഷീസിലുള്ള ഒരു വർഗം മാത്രമാണ് മനുഷ്യൻ. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഒന്നുമല്ല. ഈ അയാളുടെ ഒരു വ്യക്തിന്റെ പേര് നമുക്ക് പറയാൻ വലിയ നിരീശ്വരവാദിയാണ്, മുമ്പ് കളിയാക്കാറുള്ളത്. പസഫിക് സമുദ്രത്തിൽ വണ്ട് കൂടിയതിന്റെ അത്ര പോലും ഇല്ല ഈ പ്രപഞ്ചത്തിലെ ഭൂമി. അതിന്റെ കണക്ക് നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. 1 ശേഷം 500 പൂജ്യമിട്ട സംഖ്യ ഈസ്റ്റ് 1 എന്ന് വേണമെങ്കിൽ പറയാം. 1 ശേഷം 500 പൂജ്യമിട്ട സംഖ്യ എന്ന് എങ്ങനെ എണ്ണുക? ഈ പ്രപഞ്ച ഭൂമി നമ്മുടെ വലിപ്പത്തിനെ പറ്റി പറയുന്നൊരു ഏകദേശ കണക്കാണ്.
ഒന്നിനു ശേഷം 100 പൂജ്യം ഇട്ടാൽ ആ സംഖ്യക്ക് ഒരു സാങ്കല്പിക പേരുണ്ട്, ഗൂഗിൾ എന്നൊക്കെ പറയുന്നുണ്ടാവും. ഗൂഗിൾ ഉണ്ട്, ജലധി എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നിനു ശേഷം 500 പൂജ്യം ഇട്ടു, പിന്നെ നമുക്ക് നിവൃത്തിയില്ല, കൊള്ളൂല. ഒന്നിനു ശേഷം 500 പൂജ്യം ഇട്ട സംഖ്യ അനുപാതം ഒന്നുപോലുമല്ല ഈ പ്രപഞ്ചത്തെ അപേക്ഷിച്ച് ഭൂമിയിലെ വലുപ്പം. എന്നിട്ട് പിന്നെ ആ ഭൂമിയിലുള്ള കോടിക്കണക്കിന് ജീവ അജീവ അസ്തിത്വങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ മാത്രം ഈ അള്ളാഹ് തന്നെ, മനുഷ്യനോട് മാത്രം അള്ളാഹുവിന്റെ കീർത്തനങ്ങളൊക്കെ പറയുന്നത് അതൊരു ഇല്ലോജിക്കല്ലേ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഞാൻ നേരത്തെ ഈ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മള് ദിവസവും ഫാത്തിഹയിൽ ഓതല് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ പരിധിയിലുള്ളതാണ്. ഇസ്ലാമിന്റെ ഒരു കോസ്മോളജിക്കൽ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് വരെ മുസ്ലിമാണ്, ഈ പീഡവും മുസ്ലിമാണ്. ലോകത്തിൽ കുഫർ 2 അസ്തിത്വങ്ങളിൽ മാത്രമേ ഉള്ളൂ, ജിന്നുകൾക്കിടയിലും ഇൻസിന്റെ ഇടയിലും. ബാക്കി മുഴുവനും മുസ്ലിമാണെന്ന് മാത്രമല്ല, ഈ മൈക്ക് ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇസ്ലാമികമായ ഉത്തരം ഇപ്പൊ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ നമ്മളും ഈ പീഡൊക്കെ എന്താ വ്യത്യാസം? ഈ പീഡം ചിലപ്പോ പീഡത്തിലെ ഒന്നാം പീഡനങ്ങൾ പീഡം ഉദാഹരണം മാറ്റാം. യുസബ്ബിഹുലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്, അല്ലേ? കുല്ലുൻ കദാലിമ സ്വലാത്തഹു വ തസ്ബീഹഹു വത്തയു സ്വാഫാത്തിൻ കുല്ലുൻ കദാലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. പറവകളാകട്ടെ, തരുവാകട്ടെ, താരാകട്ടെ, അചേതനാകട്ടെ, ചേതനുള്ളാവട്ടെ, വസ്തുവാകട്ടെ, വസ്തുതയാകട്ടെ, ലതയാകട്ടെ, കതിരാകട്ടെ, പൂവാകട്ടെ, മധുവാകട്ടെ, മരതാകട്ടെ, എന്താകട്ടെ അള്ളാഹുവിനുള്ള തസ്ബീഹിലാണ്. ഈ കല്ലുകളെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വമാ യശ്തലാ വമാ യശ്തഖു വമാ യഹബിതു മിൻ ഖശിയത്തില്ലാ. അരുവികൾ പൊട്ടിപ്പിളരുന്നത് മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് പതിക്കുന്നതൊക്കെ കല്ലിന്റെ കൂട്ടത്തിലുണ്ട്. കാരണം എന്തേ പറഞ്ഞത്? കാരണം എന്തേ ഖുർആൻ പറഞ്ഞത്? കല്ലിന്റെ ഇടയിൽ നിന്ന് വയനാട് ചറുകേറുമ്പോ കുറവ പൊട്ടി വെള്ളം വരുന്നില്ലേ? എന്താ കാരണം ഖുർആൻ പറഞ്ഞത്? മുകളിൽ നിന്ന് കല്ല് താഴോട്ട് വരുന്നില്ലേ? അഗ്നിപർവ്വതം പൊട്ടി പിളരുന്നില്ലേ? ലാവ പൊട്ടി ഒലിക്കുന്നില്ലേ? ഖുർആനില് ആത്മീയമായ കാരണം പറഞ്ഞു, മിൻ ഖശ്യത്തില്ലാ. അതാണ് പഠിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ പോലും ലോകത്തെ ഏത് പ്രതിഭാസത്തിന്റെ പിറകിലും 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഇല്ലത്തെ മാതീയ ഭൗതികമായ കാരണം, മറ്റൊന്ന് ഇല്ലത്തെ റൂഹിയ ആത്മീയമായ കാരണം. ഇപ്പൊ ഈ മൈക്ക് പന്ത അടങ്ങിയെന്ന് ചോദിച്ചാൽ ഇല്ലത്തെ മാതീയ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന മൈക്കളകാൻ കാരണം നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുവിനെ നിഷേധാക്കുവാനും പുറമേ ഒരാൾ ഇടപെടണം. ഞാനിതിനെ ചലിപ്പിച്ചു, അത് ഇല്ലത്തെ മധ്യ. ഇനി ഇതിന്റെ ഇല്ലത്തെ റുഹിയ. തിങ്കളാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ പള്ളിയിൽ നിന്ന് തഹ്ലീൽ ചെല്ലുമ്പോൾ സിമെന്റ് ഇട്ട പോലെ അത് ചെല്ലൂലാലും ഒറ്റ സ്റ്റെപ്പിന് ഇങ്ങനെ ചെല്ലും. കുറഞ്ഞ നേരം കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഇങ്ങനെ കൂടി കൂടി താളം മാറും. ഈ പ്രപഞ്ചം തസ്ബീഹിലും തഹ്ലീലിലും തക്ബീറിലും താളവും ലയവും മാറ്റി മാറ്റി പ്രാപിക്കുന്നതാണ് പ്രപഞ്ചത്തിന്റെ പ്രാതിഭാസികതകൾ എന്നുള്ളതാണ് അതിന്റെ ഇല്ലത്തെ റുഹിയ. അപ്പൊ മൊത്തം മുസ്ലിങ്ങളാണ്, ഈ പ്രപഞ്ചം മുഴുവനും മുസ്ലിങ്ങളാണ്. ഇപ്പൊ വയനാട്ടിൽ ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി പറഞ്ഞു, ഈ ഉരുൾപൊട്ടിയപ്പോ ഈ ചോദ്യം അവർ വല്ലാതെ ചോദിച്ചിരുന്നു. മനുഷ്യന്മാരെ ഒലിപ്പിച്ചറിഞ്ഞില്ലേ? ഒരു മുസ്ലിമിന് അതൊരു ചോദ്യമല്ല. കാരണം നമ്മുടെ ഫാത്തിഹ ഓതുന്നത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, മനുഷ്യന് മാത്രം അവിടെ വലിയൊരു പ്രസക്തിയേ ഇല്ല. കന്നുകാലികൾക്കും കൂറകൾക്കും വണ്ടിനും പ്രാവിനും പ്രാണിക്കും എട്ടുകാലിക്കും എല്ലാത്തിനും ഉള്ള റബ്ബാണ് അല്ലാഹു. എല്ലാത്തിനുള്ള റബ്ബാണ് അല്ലാഹു. അപ്പൊ ഒരു മഴയത്തെ ഒരു പൂച്ച ഉദാഹരണത്തിന്
മേപ്പാടിയിലെ മുത്തുമലയിൽ ഉരുൾപൊട്ടുന്ന അന്ന് രാത്രിയിലെ തലേന്ന് രാത്രി ഒരു പൂച്ച, ഒരു ഗർഭിണിയായ പൂച്ച, അള്ളാഹു ആരാണ്? എല്ലാ വീട്ടിലും കയറിയാണ്, വേറെ നടന്നിട്ടുണ്ട്. ഇന്നല്ല നാളെ പ്രശ്നം. എല്ലാ വീട്ടിലും കിട്ടായി ഉറങ്ങാലുകൊണ്ട് തട്ടിത്തപ്പിച്ചു. മഴയാണ്, ഇതോടെ കാറ്റിച്ചാല് മണായിട്ട് നിൽക്കാൻ പറ്റില്ല. സങ്കടം കേതൊക്കെ ഉണ്ട്, പക്ഷെ ആരും വീട്ടിൽ പ്രാർത്ഥിക്കുന്നില്ല. പൂച്ചക്കുമുണ്ട് നിസ്കാരം എന്ന് പരിശുദ്ധ ഖുർആൻ. പൂച്ച അള്ളാഹിനോട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഭദ്രമായിട്ട് ഒരിടത്ത് പ്രസവിക്കാൻ എനിക്ക് നീ ഒരു കൂടുതലാണ്. ഉരുള പൊട്ടിയപ്പോ വീടൊലിച്ചു പോകുമ്പോ നാം നിസ്സഹായരായ മനുഷ്യർ പറഞ്ഞു, അള്ളാഹുവേ, നാശം, നഷ്ടം, കഷ്ടം രക്ഷിക്കണമേ, കാക്കണേ. ആ ഉരുള പൊട്ടിയിട്ട് ഒരു മനുഷ്യന്റെ വീട് തകർന്നിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ പൂച്ചക്ക് പ്രസവിക്കാൻ ഭദ്രമായ ആശുപത്രി രൂപപ്പെട്ടപ്പോൾ ആ പൂച്ച പറഞ്ഞിട്ടുണ്ടാകും, അൽഹംദുലില്ലാഹ്, എനിക്കൊരു വരവ്. വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്ന മണ്ണട്ടയും ചീവീടും മനുഷ്യന്റെ തകർന്ന വീടിന്റെ ഉള്ളിൽ കൊട്ടാരം കിട്ടിയപ്പോ പറഞ്ഞിട്ടുണ്ടാകും, അൽഹംദുലില്ലാഹ്, ഒരു കൊട്ടാരം കിട്ടി, ഒരു കൂട് കിട്ടി. അതേസമയം മനുഷ്യൻ പറയുന്നുണ്ട്, എന്റെ വീട് പോയല്ലോ. ഈ മനുഷ്യനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവന്റെ പേരാണ് അല്ലാഹു. മനുഷ്യനെ മാത്രം സംരക്ഷിക്കുവാനുള്ള